എന്തിനീ താലി അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി. തേനി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ചെറിയൊരു കോളനി. 3-4 കുടുംബം ഒഴിച്ച് ബാക്കിയെല്ലാം തമിഴന്മാരാണ്. അവിടെയുള്ള ഒറ്റമുറി വീട്ടിൽ വെറും നിലത്ത് ചവിട്ടിയിറക്കപ്പെട്ട പുഷ്പം പോലെ ഒരു 10 വയസ്സുകാരി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാൾ അടുത്ത് തന്നെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അവൾ ഉണർന്നു കണ്ടപ്പോൾ അയാൾ അവിടെ വായിൽ തിരികെ പഴന്തുണി വലിച്ചെടുത്തു. മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് അവളുടെ വസ്ത്രങ്ങളെടുത്ത് നീട്ടി. ആരോടെങ്കിലും പറഞ്ഞാ നിന്റെ ചേച്ചിയെ ആശുപത്രി കിടക്കുന്ന അച്ഛനെ ഞാൻ കൊല്ലും. മുരൾച്ച പോലെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശരീരം നുറുങ്ങുന്ന വേദന. വാ പൊത്തിപ്പിടിച്ച് അവൾ കരഞ്ഞു ഏറെ നേരം. പിന്നെ എഴുന്നേറ്റൊരു തുണിയെടുത്ത് മുഖം തുടച്ചു. തുടകളിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ടപ്പോൾ അവൾക്ക് പേടിയായി. താൻ മരിച്ചു പോവുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ അച്ഛനും ചേച്ചി ഒരുപാട് വിഷമിക്കില്ലേ? എന്റെ മക്കൾ രണ്ടും സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് എനിക്ക് ചത്താ മതി. അച്ഛൻ എപ്പോഴും പറയുന്നതാണ്. പുലർച്ചെ 4 മണിക്ക് ജോലിക്ക് പോയി രാത്രി 12 വരെ കഷ്ടപ്പെടുന്നത് 2 പെൺകുട്ടികൾക്കും വേണ്ടിയാണ്. ആ അച്ഛനോട് ഇതെങ്ങനെ പറയും? ആര് വിശ്വസിക്കും? ചേച്ചിയോട് പറഞ്ഞാലോ? വേണ്ട, ചേച്ചിയും കരയും. അമ്മയില്ലാത്ത കുറവറിയിക്കാതെ തന്നെ വളർത്തുന്ന ചേച്ചിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. തൻ്റെ കാലിൽ തേൾ കുത്തിയപ്പോൾ ചേച്ചി അലറിക്കറിഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തന്നേക്കാൾ വേദന ചേച്ചിക്കാണെന്ന് തോന്നിയിരുന്നു. ചേച്ചിയോട് റോണിച്ചേട്ട ഉപദ്രവിച്ചിട്ട് ചോര വന്നെന്ന് പറഞ്ഞാൽ സഹിക്കില്ല. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എന്തൊരു ഇഷ്ടമായിരുന്നു ചേട്ടനോട്. അച്ഛൻ്റെ ചങ്ങാതി ജോർജേട്ടൻ്റെ മകൻ. 2 വർഷം മുമ്പാണ് ജോർജേട്ടൻ മരിച്ചത്. റോണിച്ചേട്ടന് തേനിയിലേതോ കമ്പനിയിലാണ് ജോലി. തെരുവിൻ്റെ അങ്ങേയറ്റത്താണ് താമസം. എന്താവശ്യത്തിന് ഓടി വരും. കഴിഞ്ഞ ദീപാവലിക്ക് തനിക്കും ചേച്ചിക്കും കുപ്പായമൊക്കെ വാങ്ങിത്തന്നു. ഏട്ടാ എന്ന് എത്ര ഇഷ്ടത്തോടെയാണ് വിളിച്ചത്. എന്നിട്ടും കണ്ണുകൾ തുടക്കം തോറും വീണ്ടും നിറഞ്ഞു വരികയാണ്. വേദന കാരണം നടക്കാൻ പറ്റുന്നില്ല. എന്താണ് അയാൾ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ ഓക്കാനം വരുന്നു. ബോധം നഷ്ടപ്പെടുന്ന നിമിഷം വല്ലാത്തൊരു ചിരിയോടെ തന്നെ നോക്കുന്ന അയാളുടെ മുഖമാണ് കണ്ടത്. അവൾ തകരം കൊണ്ടുണ്ടാക്കിയ കുളിമുറിയിൽ ചെന്നു. ദേഹത്ത് വെള്ളം വീഴുമ്പോൾ പുകച്ചിലുണ്ട്. നിലത്തേക്കൊഴുകുന്ന വെള്ളത്തിൽ ചോര കണ്ടപ്പോൾ അവൾ വീണ്ടും കരഞ്ഞു. പിന്നെ ഡ്രസ്സ് മാറി മുടിയൊക്കെ ചീകി വെച്ചു. അച്ഛൻ ആശുപത്രിയിലാണ്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ബോധം കെട്ട് വീണു. ചേച്ചി അവിടെ കൊണ്ടുവിട്ട റോണിച്ചേട്ടനാണ്. ഈ രാത്രി അയാൾ ഇങ്ങോട്ട് വന്ന് കൂട്ടിരിക്കാനാണെന്ന് കരുതി. പക്ഷേ കതക് തട്ടുന്ന ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി. ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് സമാധാനമായത്. പോയി തുറന്നു. നീ എവിടെയായിരുന്നു മോളെ? കുറെ നേരമായാലും വിളിക്കുന്നു. കുളിക്കുകയായിരുന്നു. ചേച്ചി എങ്ങനെയാ വന്നേ? സെന്തിലെണ്ണം കൊണ്ടുവിട്ടതാ. അച്ഛനെങ്ങനെയുണ്ട് ചേച്ചി? അനിത അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. അച്ഛന് ഹൃദയത്തിനെന്തോ പ്രശ്നമാണെന്ന് ഡോക്ടർ സെന്തിലെണ്ണനോട് പറഞ്ഞു. 3-4 ദിവസം കൂടി അവിടെ കിടക്കേണ്ടി വരും. വീട്ടിൽ വന്നാലും റെസ്റ്റ് എടുക്കണം. അനിത ഒരു നിമിഷം ആലോചനയിലാണ്ടു. ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് ഓടി വരാണ്ടായിരുന്ന റോണി ചേട്ടനാ. ഇനി അതും ഉണ്ടാവില്ല. ചേട്ടൻ നാളെ രാവിലെ കേരളത്തിലേക്ക് പോവാ. അവിടുന്ന് മലേഷ്യയിലേക്കും. എന്തോ ജോലി ശരിയായിട്ടുണ്ടത്രേ. അയാളുടെ പേര് കേട്ടതോടെ അർച്ചനയുടെ കണ്ണുകളിൽ നിറഞ്ഞ ഭയം അനിത കണ്ടില്ല. പക്ഷെ അവൾ വേച്ച് നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനിത ചോദിച്ചു, എന്തു പറ്റിയടി നിനക്ക്? മൂത്രമൊഴിക്കുമ്പോൾ വേദനിക്കുക. എപ്പോഴും പറയുന്നല്ലേ മോളെ വെള്ളം ഒരുപാട് കുടിക്കണമെന്ന്. അസുഖം വന്ന ആശുപത്രി പോകാൻ പോലും പൈസ ഇല്ലെന്ന് എനിക്കറിയാലോ. അച്ഛനും ഇങ്ങനെയായി. നീ 5ാം ക്ലാസ്സിലെത്തിയല്ലോ. എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. അതോടെ തനിക്ക് സംഭവിച്ചെന്തെന്ന് ആരും അറിയരുതെന്ന് അർച്ചന തീരുമാനിച്ചു. എന്തായാലും ഇനി അയാൾ ഉപദ്രവിക്കാൻ വരില്ല. നാളെ പോയാൽ പിന്നെ ഒരിക്കലും കാണുകയുമില്ല. ആ സമാധാനത്തോടെ അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടന്നു. പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ തെളിയുന്നത് പുകയിലക്കറ പിടിച്ച ചുണ്ടുകളും ചുവന്ന കണ്ണുകളുമാണ്. അന്ന് അവൾ ഉറങ്ങിയില്ല. അന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് പല രാത്രികളിലും അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അനിതയെ വിവാഹം കഴിച്ച സെന്തിൽ തന്നെയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ. മുനിസിപ്പാലിറ്റിയിലാണ് ജോലി. കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് അവൻ്റെ വീട്. അനിത പോയതോടെ അർച്ചനും കൃഷ്ണനും മാത്രമായി. ആവശ്യതകളുണ്ടെങ്കിൽ അയാൾ പതിവ് പോലെ തൻ്റെ ജോലിക്ക് പോകും. തനിച്ചാവുന്ന നിമിഷങ്ങളിലെല്ലാം ഒരിക്കൽ അനുഭവിക്കേണ്ടി വന്നത് അർച്ചനയുടെ മനസ്സിൽ തെളിയും. തൻ്റെ ശരീരത്തിൽ നോക്കുമ്പോഴേക്കും അവൾക്ക് വല്ലാത്തൊരു അറപ്പ് തോന്നി. സഹപാഠികളായ ആൺകുട്ടികളെയും അധ്യാപകരെയും എന്തിന് സ്വന്തം ചേച്ചിയുടെ ഭർത്താവായ സെന്തിലിനെ കാണുമ്പോൾ പോലും ഭയമാണ്. പണ്ടേ അന്തർമുഖയായത് കാരണം അവൾ എല്ലാത്തിൽ നിന്ന് ഉൾവലിയുന്ന ആരും ഗൗനിച്ചില്ല. മുതിർന്ന ക്ലാസ്സുകളിൽ എത്തിയതോടെയാണ് തനിക്ക് സംഭവിച്ചെന്താണെന്ന് അവൾക്ക് മനസ്സിലായത്. നശിപ്പിക്കപ്പെട്ടു എന്ന തോന്നൽ ദിനവും അലട്ടി തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. ലോകത്തോട് തന്നെ വെറുപ്പ്. അപ്പോഴാണ് വിധി അടുത്ത ആഘാതം ഏൽപ്പിച്ചത്. ന്യൂമോണിയയുടെ രൂപത്തിൽ മരണം അനിതയെ കൊണ്ടുപോയി. അതോടെ അച്ഛനും മകളും പൂർണ്ണമായി തളർന്നു. മരിക്കുമ്പോൾ അനിത 5 മാസം ഗർഭിണിയായിരുന്നു. ചേച്ചി പോയതോടെ അർച്ചനയ്ക്ക് മനസ്സിന്റെ താളം തെറ്റിയതുപോലെയായി. 2 വർഷങ്ങൾക്ക് ശേഷം ആരോ ഉപേക്ഷിച്ച ജനനിയെ കൃഷ്ണൻ വീട്ടിൽ കൊണ്ടുവരുന്നവരെ അങ്ങനെയായിരുന്നു. പിന്നെ പതിയെ അവരുടെ ജീവിതം മാറി. ആദ്യമൊക്കെ കുഞ്ഞിനെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ആ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ, തൻ്റെ ചൂടുപറ്റി അവൾ ഉറങ്ങുന്ന കണ്ടപ്പോൾ സ്നേഹിച്ചു തുടങ്ങി. സ്വന്തം മോളെ പോലെ. ഒടുവിലെല്ലാം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക്.
ഭാഗം വെച്ചപ്പോൾ കൃഷ്ണൻ കിട്ടിയ വീട്ടിൽ താമസവും തുടങ്ങി. ചേച്ചിയുടെ മകളാണ് ജനനി എന്ന് എല്ലാവരോടും പറഞ്ഞു. ഏറെക്കുറെ പഴയതൊക്കെ മറന്നു തുടങ്ങിയതാണ്. പക്ഷേ പത്രങ്ങളിലും മറ്റുമൊക്കെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ കാണുമ്പോൾ താനും ഇരയായിരുന്നല്ലോ എന്ന ചിന്ത അവൾ അലട്ടി. സ്വപ്നങ്ങളിൽ തറയിൽ പടർന്ന രക്തവും അടിവയർ പൊത്തിപ്പിടിച്ച് കുളിമുറിയിൽ നിന്ന് കരയുന്ന 10 വയസ്സുകാരിയും നിറയും. കാമാസക്തിയോടെ അയാൾ വീണ്ടും വരുന്നത് പോലെ ആ ശരീരത്തിന്റെ ഭാരം താങ്ങാനാവാതെ ശ്വാസം മുട്ടുന്നു. അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഞെട്ടിയുണർന്നു. അച്ചു, പേടിക്കണ്ട. പരിചിതമായ സ്വരം. അവൾ നോക്കിയപ്പോൾ ശ്വേത തൊട്ടടുത്തുണ്ട്. ചേച്ചി, ഞാനിതെവിടെയാ? അമ്പരപ്പോടെ അവൾ ചോദിച്ചു. ഹോസ്പിറ്റലിലാ. എനിക്കെന്തു പറ്റി? അപ്പം നിനക്കൊന്നും ഓർമ്മയില്ലേ? അർച്ചന വിരലുകൾ നെറ്റിയിൽ അമർത്തിയൊന്ന് ആലോചിച്ചു. പക്ഷേ എന്തോ മങ്ങൽ പോലെ. ശ്വേത അവിടെ അടുത്തിരും തലയിൽ മേലെ തലോടി. ഞാൻ വരുമ്പോൾ നീ കിടക്കിയായിരുന്നു. 2-3 തവണ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. നല്ല പനിയുണ്ടായിരുന്നു. എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാ. അവളൊന്നും മിണ്ടിയില്ല. തലവേദന കാരണം കിടന്നത് ഓർമ്മയുണ്ട്. കിഷോറേട്ടൻ അറിഞ്ഞോ? തെല്ലി മടിയോട് അവൾ ചോദിച്ചു. എൻ്റെ പെണ്ണെ, അവനാ നിന്റെ കട്ടിൽ നിന്ന് കോരിയെടുത്ത് വണ്ടി കയറ്റിയത്. ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ അച്ഛനെ കൊണ്ടുവിടാൻ പോയതാ. അവൾ അത്ഭുതത്തോടെ ശ്വേതയെ നോക്കി. ചുമ്മാ പറയല്ലേ? ഉള്ളതാടി, ഞാനും അവനെ നിന്നെ കാണാൻ വന്ന്. നീ ഇപ്പോൾ ക്ലാസ്സിന് പോകാറില്ലെന്ന് അറിഞ്ഞു. അതിൻ്റെ കാരണം ചോദിക്കാനാ വന്നപ്പോൾ കണ്ടത് ഇതും. കിഷോറേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? വഴക്കിട്ടതിനോ? കെട്ടിയോനും കെട്ടിയോളൊക്കെ വഴക്കിടുന്നൊക്കെ സാധാരണ വിഷയമല്ലേ? അതല്ലേ ചേച്ചി, എനിക്ക് സംഭവിച്ചതറിഞ്ഞ. കൊച്ചെ, സുഖമില്ലാണ്ട് കിടക്കുകയാണെന്ന് ഞാൻ നോക്കില്ല. നല്ല വീക്ക് വെച്ചിരും കേട്ടോ. ശ്വേത ദേഷ്യപ്പെട്ടു. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. മേലിൽ അതേക്കുറിച്ച് സംസാരം വേണ്ട, കേട്ടല്ലോ. അർച്ചന എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും വാതിൽ തുറന്ന ബാലനും കൗസല്യയും ജനനിയും അങ്ങോട്ടേക്ക് വന്നു. എങ്ങനെയുണ്ട് മോളെ? ബാലൻ പരിഭ്രമത്തോടെ ചോദിച്ചു. എനിക്കൊന്നുമില്ല അച്ഛാ. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട മോളെ, കിടന്നോ. അയാൾ തടഞ്ഞു. ജനനി സങ്കടത്തോടെ അവളുടെ കയ്യിൽ തൊട്ടു. അച്ഛമ്മയ്ക്ക് ഒന്നുമില്ല കേട്ടോ, മോള് വിഷമിക്കണ്ട. ശ്വേത കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. കൗസല്യ അർച്ചനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീയൊന്നും കഴിക്കാറൊന്നുമില്ലേ? കോലം നോയിക്കേ. അച്ഛനെ ശുശ്രൂഷിക്കാൻ വന്നിട്ട് നീയാണല്ലോ കിടപ്പിലായത്. മതി, ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണം. അവർ പറഞ്ഞു കേട്ടപ്പോൾ അർച്ചനയുടെ കണ്ണു നിറഞ്ഞു. കുറെ നേരം അവരെല്ലാം അവിടെ അടുത്തിരുന്നു. ഒടുവിൽ നേഴ്സ് വന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിലാ മനസ്സോടെ അവർ എഴുന്നേറ്റു. ബാലൻ അവിടെ കവിളിൽ കരം ചേർത്തു. എല്ലാം ശരിയാവും, മനസ്സ് വിഷമിപ്പിക്കരുത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. പിന്നാലെ ജനിയെയും കൂട്ടി കൗസല്യയും. പ്രിജിയേട്ടൻ വന്നിരുന്നോ? ഇല്ല, അവനെ ചെന്നൈക്ക് വിട്ടിരിക്കുക. എൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ചേച്ചി, എന്താടി? ഇനി ചേച്ചി പോവില്ലേ? എൻ്റെ അടുത്ത് വേണം. അതിന് ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നത്. എനിക്ക് വേറെ ആരുമില്ല. ശ്വേത അലിവോട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇല്ല, ചേച്ചി ഉണ്ട് കൂടെ എന്നും. നിനക്ക് ആരുമില്ലെന്നൊരു തോന്നലാദ്യം മാറ്റി. ഇന്നൊരു കുടുംബമുണ്ട്. പിന്നെ ഞാൻ, പ്രിജി, ഇതൊക്കെ പോരെ? ശ്വേതയുടെ കൈ പിടിച്ച് തൻ്റെ മാറിലേക്ക് ചേർത്ത് വെച്ച് അവൾ കണ്ണടച്ചു. രാത്രി 9 മണിയോടെ കിഷോർ എത്തി. അർച്ചന നല്ല ഉറക്കമായിരുന്നു. അവനെ കണ്ടപ്പോൾ ശ്വേത അവിടെ പിടിപിടിച്ച് എഴുന്നേറ്റു. അർച്ചനയെ നോക്കി കയ്യിൽ നിന്ന് ബാഗ് അവിടെ വെച്ചിട്ട് കിഷോർ പുറത്തിറങ്ങി. പിന്നാലെ ശ്വേതയും. ഡോക്ടർ വന്നോ? ഉവ്, പേടിക്കാൻ നിരടാ. ഉറക്കക്കുറവും പിന്നെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നവും. മാനസികമായിട്ട് അവൾ വല്ലാതെ തളർന്നു. കിഷോർ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. കിച്ചു, നിനക്ക് അവളോട് ദേഷ്യമുണ്ടാടാ? ഉണ്ട്. എന്നോട് ഇതൊക്കെ പറഞ്ഞുകൂടായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ അവളിങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞ അവൾ ഉപേക്ഷിക്കാൻ മാത്രം വിവരമില്ലാത്തവരാണ് ഞാനെന്നാണ് കരുതിയത്. അങ്ങനെയല്ലേ കിച്ചു, നീ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്ക്. നിന്നെ കാണാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചേ ആയുള്ളൂ. ഏതർത്ഥത്തിൽ നീ എടുക്കുമെന്നറിയില്ല. നിന്നെ അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക്. എല്ലാവരും നഷ്ടപ്പെടുമെന്ന പേടി. പറയാതിരുന്ന എന്തെങ്കിലും നീ അറിയുമ്പോൾ മറച്ചു വെച്ചെന്ന കുറ്റത്തിന് അവളെ ഉപേക്ഷിക്കുമെന്ന ഭയം. ഒരാളുടെ സമനിലറ്റ ഇതൊക്കെ പോരടാ. കിഷോർ അവിടെയുള്ള ചെയറിലിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. അച്ഛനോട് ഇതൊക്കെ പറയുന്നതിന് പരിധിയുണ്ട്. നല്ല കൂട്ടുകാരില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ശരിയാ. പക്ഷെ ഇത് മനസ്സിലാക്കി എത്ര കാലം അവൾ ജീവിക്കും? ശ്വേതാവിൻ്റെ കൈ പിടിച്ചു. നിനക്കറിയാമോ ഈശു, ഒരുപാട് പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നമായത്. കഥാപാത്രങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. കഥ ഒന്ന് തന്നെ. എന്താണ് ബാഡ് ടച്ച് എന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ട് അധികാലമായിട്ടില്ല. നമ്മളെല്ലാവരും അന്ധമായിട്ട് വിശ്വസിക്കും. കൃഷ്ണേട്ടനും പറ്റിയത് അതാണ്. നമ്മുടെ മക്കളോട് മറ്റുള്ളവർക്ക് നമ്മളെപ്പോലെ തന്നെ സ്നേഹവും വാത്സല്യമാണ് നമ്മളങ്ങ് ഉറപ്പിക്കും. എല്ലാവരും ചീത്തയാണെന്നല്ല, ഈ സമൂഹത്തിൽ ചെന്നായ്ക്കൾ ഒരുപാടുണ്ട്. എന്നും കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണ് വേണം. അർച്ചനയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാതെ പോയി. അവൾ ദീർഘമായി നിശ്വസിച്ചു. അവൾ മാറ്റിയെടുക്കേണ്ടത് നീയാണ്. ഇവിടുന്ന് ഇറങ്ങിയൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം. പിന്നെ നിന്റെ സ്നേഹവും എല്ലാം ശരിയാവും. തൽക്കാലം നീ ഇപ്പോൾ വീട്ടിൽ പോ. രാവിലെ വന്നാൽ മതി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പറയുന്ന കേൾക്കീച്ചു. ഞാനുണ്ടല്ലോ കൂടെ. രാവിലെ വാ. അവൾ മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങുക. എഴുന്നേൽക്കുമ്പോൾ നീ എത്തിയാൽ മതി. മനസ്സിലാ മനസ്സോടെ കിഷോർ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്ക് പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറിയപ്പോൾ ബാലൻ ഹാളിലെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു.
ഡാനി അമ്മയും ഉറങ്ങിയോ അച്ഛാ? ഉവ്, യാത്രാക്ഷീണം പോരാത്തിന് അച്ഛനോർത്തുള്ള ടെൻഷനും. അയാൾ പതിയെ എഴുന്നേറ്റ് അവൻ്റെ അരികിലെത്തി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? അവനില്ലെന്ന് തലയാട്ടി. അച്ചുവിൻ്റെ കാര്യ അച്ഛനെല്ലാം അറിയായിരുന്നു അല്ലേ? അവൻ്റെ ചോദ്യം കേട്ട് ബാലനൊന്ന് ഞെട്ടി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവനെ നോക്കി. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മോൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് കൃഷ്ണൻ വന്നപ്പോൾ എനിക്ക് ആലോചിക്കാനൊന്നും ഉണ്ടായില്ല. പഴയ കൂട്ടുകാരൻ ആദ്യമായിട്ടൊരു സഹായം ആവശ്യപ്പെട്ടതാ. പിറ്റേ ദിവസം തന്നെ അച്ചു വന്നു. ആരോടും അധികം സംസാരിക്കൊന്നുമില്ല, ജോലികൾ കൃത്യമായിട്ട് ചെയ്യും. എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. അപ്പോഴാ കൗസു എനിക്കൊരു പെണ്ണന്വേഷിക്കാൻ പറഞ്ഞു. മനസ്സിൽ തെളിഞ്ഞ മുഖം ഇവളുടേതാ. കൃഷ്ണനും സമ്മതം. പക്ഷെ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോഴാ എന്നോട് അവൾ മനസ്സ് തുറന്ന്. അതോടെ അവളോടുള്ള ഇഷ്ടം എനിക്കങ്ങ് കൂടി. 15 വർഷമായിട്ട് മുറിവേറ്റ മനസ്സോടെ ജീവിക്കുന്ന പെൺകുട്ടി. കൃഷ്ണന്റെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മുടെ സ്നേഹം അവളെ മാറ്റിയെടുക്കുന്ന ഞാൻ വിശ്വസിച്ചു. ഇതൊന്നും വേറെ ആരും അറിയരുതെന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് ഞാനാ. നിങ്ങൾ ഒരുമിച്ച രണ്ടുപേരും പഴയ കാലത്തെ വേദനകളൊക്കെ മറക്കുന്നായിരുന്നു പ്രതീക്ഷ. കിഷോറെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മോനെ, അവൻ തല ഉയർത്തി. നിന്നോട് ഞാനിത് മറച്ചു വെച്ച ഒരു തെറ്റ് തന്നെയാ. കൺമുമ്പിൽ ഒരു പെൺകുട്ടി ഒരുക്കിത്തീരുന്നത് സഹിക്കാൻ പറ്റിയില്ലടാ. പതിയെ നിന്നോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടപ്പോൾ അവളെല്ലാം മറന്നു എന്ന് തോന്നിക്കൊണ്ടാ മിണ്ടാഞ്ഞത്. ഇങ്ങനെയൊക്കെയാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കടാ. കിഷോർ പെട്ടെന്ന് അയാളുടെ കൈ പിടിച്ച്. ഓർമ്മസ് കാലം തൊട്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രായത്തിനിടയിൽ എനിക്ക് വേണ്ടി അച്ഛൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം അവൾ എനിക്ക് തന്നത് അച്ഛാ. ബാലൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മറച്ചു വെച്ചതിൽ ദേഷ്യമല്ല അച്ഛാ. കാര്യം അറിയാതെ അവളെ ഞാൻ വേദനിപ്പിച്ചും തെറ്റിദ്ധരിച്ചെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടില്ല അച്ഛാ. ഞാൻ നഷ്ടപ്പെടുമെന്ന തോന്നൽ മനസ്സിന് അലട്ടിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കാവുന്നവരെ തീരുമാനിച്ച് ഒരുത്തേ കിട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം. അവളെ ഞാൻ വിടില്ല. എനിക്ക് വേണം അവളെ. അയാൾ കിഷോറിനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കരയുകയായിരുന്നു. അമ്മയ്ക്കറിയോ അച്ഛാ? കുറച്ച് കഴിഞ്ഞ് അവൾ ചോദിച്ചു. അവൾക്കറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു. നീ വേണ്ടാന്ന് പറഞ്ഞാലും അവൾ ഈ വീട്ടിൽ തന്നെ നിർത്തുന്ന കൗസു പറയുന്നത്. കിഷോർ പുഞ്ചിരിച്ചു. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അർച്ചനെ കട്ടിലിരിക്കുകയായിരുന്നു. അവൻ അവിടെ അടുത്ത് നിന്ന് നെറ്റിയിട്ട് നോക്കി. പനിയൊന്നുമില്ലല്ലോ. ശ്വേതയുടെ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. നീ വല്ലതും കഴിച്ചോ? ചായ കുടിച്ചു. രണ്ടുപേർക്കും ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശ്വേത അങ്ങോട്ടേക്ക് വന്നു. രാവിലെ എത്ര നല്ലടാ നിന്നോട് പറഞ്ഞ്. നല്ല ഉത്തരവാദിത്തം. എടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നീ ഡോക്ടറെ കണ്ടോ? ഉവ്, ഡിസ്ചാർജ് ചെയ്യാമെന്ന് ചോദിച്ചു. സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ പോയാലും ഇവിടെ കിടക്കുന്ന പോലെ തന്നെ കുറച്ച് ദിവസം ഫുൾ റെസ്റ്റ് വേണം. എന്നാൽ ഇവനെല്ലാം പാക്ക് ചെയ്തോ? ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള കൊണ്ടുപോയിക്കോളാം. നിനക്ക് ഇവിടെ വേണ്ടല്ലോ. ശ്വേത കുസൃതി ചിരിയോടെ പറഞ്ഞു. കിഷോർ അവളെ രൂക്ഷമായി നോക്കി. ഇവളുടെ അച്ഛനെ നോക്കി ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാലോചിച്ച് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞേക്ക്. ഞാൻ താഴെയുണ്ട്. ബില്ല് പെട്ടെന്ന് കിട്ടുമോ നോക്കട്ടെ. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അർച്ചന അവൻ പോയ വഴിയെ കണ്ണു നട്ടിരിക്കുകയാണ്. എന്താടി ആലോചിക്കുന്നേ? കിഷോറേട്ട് എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. എങ്ങനെ മിണ്ടാനാ? അവനെ ഓർക്കാതെ ചാകാണ്ടിരിക്കുന്നതിൻ്റെ കണ്ണടിച്ച് പോക്കേണ്ടതാ. ജീവിതം അവസാനിപ്പിക്കാൻ എളുപ്പമാ മോളെ. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ അത് എത്രമാത്രം ബാധിക്കുന്നൂടെ ഓർക്കണം. ശ്വേത അർച്ചനയുടെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു. അച്ചു, ഇതൊരു തുടക്കമാണ്. എല്ലാം മറന്ന് നമ്മൾ ജീവിക്കും. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു കളയി. അവൾ മറുപടി പറയാതെ ശ്വേതയുടെ തോളിൽ മുഖമമർത്തി. കണ്ണുനീരിന്റെ ചൂട് നനവും ശ്വേതയ്ക്ക് അനുഭവപ്പെട്ടു. ഇത്രയും വർഷം അടക്കി വെച്ചതെല്ലാം പുറത്തേക്ക് ഒഴുകട്ടെ. ഇനി ഈ കണ്ണുകൾ നിറയാതിരിക്കേണ്ട തൻ്റെയും കൂടി ചുമതലയാണ്, അവൾ സ്വയം പറഞ്ഞു. പക്ഷേ എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ടാക്സി കൗസ്തുഭത്തിന്റെ മുറ്റത്തെത്തിയപ്പോൾ ബാലനും കൗസല്യയും ജനനിയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഡോറ് തുറന്നിറങ്ങിയ അർച്ചനയെ കണ്ടപ്പോൾ ജനനി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അച്ചുമിക്ക് എന്താ പറ്റിയേ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മോളെ. നീ എന്താ സ്കൂളിൽ പോവാഞ്ഞേ? അച്ചുമിന് വരുമെന്ന് മുത്തശ്ശി പറഞ്ഞു, അതാ. കൗസല്യ അടുത്തു വന്ന അർച്ചനയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടത്തിച്ചു. കൂടെ ശ്വേതയും ബാലനും. കിഷോർ അതേ ടാക്സിയിൽ തന്നെ ടൗണിലേക്ക് പോയി. അവൻ്റെ ബൈക്ക് ഹോസ്പിറ്റലാണ്. അവൻ സ്റ്റാഫിനെ വിളിച്ച് ബൈക്ക് കടയിലെത്തിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ പോയി വരാം, ശ്വേത കൗസല്യയോട് പറഞ്ഞു. എന്തിനാ? പോയി കുളിച്ച് കുറച്ചു നേരം ഉറങ്ങട്ടെ. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റില്ല, വൈകുന്നേരം വരാം. ഇവിടെ ബാത്റൂമിൽ വെള്ളമുണ്ട്, ഉറങ്ങാൻ മുകളിലൊരു മുറിയുണ്ട്. മാറ്റാൻ ഡ്രസ്സാണെങ്കിൽ ഞാൻ രാവിലെ പോയി നിന്റെ അത്യാവശ്യം വേണ്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? ശ്വേത അമ്പരുന്നു. ഒറ്റയ്ക്കുള്ള പൊറുതി വേണ്ട, ഒരാൾ കൂടി ചോറുണ്ടാക്കണമെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം. നീ ഇനി ഇവിടെ താമസിച്ചാൽ മതി. ഏയ് അതൊന്നും ശരിയാവില്ല അമ്മേ. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. എനിക്ക് തനിച്ച് കഴിയുന്ന ഇഷ്ടം.
അങ്ങനെ തന്നിഷ്ടം നോക്കി ജീവിക്കുന്നതിന് വേണ്ടെന്നാ പറഞ്ഞ് ചോദിക്കാനും പറയാനും ഞങ്ങളൊക്കെ ഉണ്ട്. കൗസല്യയുടെ ശബ്ദം ഉയർന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം കളഞ്ഞവളാ നീ. വയസ്സ് എത്രയായിന്ന് വല്ല ബോധമുണ്ടോ? ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കണം. ഷോപ്പൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തരും. അതുവരെ എവിടെയാ നീ താമസിക്കാൻ പോകുന്നു? പിന്നെ ആളുകൾ പറയുന്നൊന്നും നീ നോക്കണ്ട. നാട്ടുകാരുടെ അഭിപ്രായം നോക്കിയിട്ടല്ല ഞാനും ബാലേട്ടന് ഇത്രയും കാലം ജീവിച്ച്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. മുകളിലെ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. പോയി കുളിച്ച് കുറച്ചു നേരം ഉറങ്ങിക്കോ. ഊണ് റെഡിയായി ഞാൻ വിളിച്ചോളാം. ശ്വേത തേങ്ങിക്കറിഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച്. അയ്യേ, ഇത്രയുള്ളൂ എൻ്റെ കാന്താരി. ആരെയും പേടിയില്ലാത്ത, മുഖത്തടിച്ച പോലെ മറുപടി കൊടുക്കുന്നവളാണോ ഇങ്ങനെ കരയുന്നത്? കൗസല്യ അവിടെ പുറത്തു പതിയെ തട്ടിക്കൊണ്ടിരുന്നു. ഈ വീട്ടിലെപ്പോ നോക്കിയാലും കെട്ടിപ്പിടിച്ച കരച്ചിലാണല്ലോ, ഒരുമാതിരി സീരിയലിലെ പോലെ. ജനനിയെ ചുമലിരുത്തി ബാലൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു. ശ്വേത പിന്നിലേക്ക് മാറി കണ്ണുകൾ തുടച്ചു. എന്താ ഇപ്പോഴത്തെ കാരണം? ഇവൾക്ക് വീട്ടിൽ പോണെന്ന്. ഞാൻ വിട്ടില്ല. ആ, അതാണോ? എന്നാ ഞാനും വിടില്ല. നിന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉണ്ട്. അതുവരെ ഇതാ നിന്റെ വീട്. ഏതിര് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും നീ. ബാലൻ ദേഷ്യം അഭിനയിച്ചു. തൽക്കാലം നീ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ ജാനിയെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഇവളിവിടെ നിന്ന് അച്ചുവിനെ ഉറങ്ങാൻ വിടില്ല. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ ബാലേട്ടാ? വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, അല്ലേ മോളെ? അവർ പോയതിനു ശേഷം ശ്വേത മുകളിലേക്ക് നടന്നു. അർച്ചന ഉറങ്ങിയാണ്. നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അവളെ പുതപ്പിച്ച ശേഷം ശ്വേത അടുത്ത മുറിയിലേക്ക് നടന്നു. രാത്രി വൈകിയാണ് കിഷോർ തിരിച്ചെത്തിയത്. ബാലൻ അത്താഴം കഴിച്ച് TV കാണുകയായിരുന്നു. കൗസല്യ അടുക്കളയിലും. അച്ഛനോട് കുറച്ചു നേരം സംസാരിച്ച ശേഷം അവൻ മുകളിലേക്ക് കയറി. മുറിയിലേക്ക് കയറിയപ്പോൾ അർച്ചന ചെയറിലിരിക്കുന്നുണ്ട്. അവനെ കണ്ടത് അവൾ എഴുന്നേറ്റു. നീ അത്താഴം കഴിച്ചോ? അവൾ തലയാട്ടി. രാത്രിയിൽ മെഡിസിൻ ഉണ്ടോ? അവൻ കുളിക്കാൻ കയറി. തിരിച്ചു വരുമ്പോൾ അവൾ ജനലഴിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താ, ഉറക്കം വരുന്നില്ലേ? അവൾ പെട്ടെന്ന് തിരിഞ്ഞു. അപ്പുറത്തെ മുറിയിലെ ശ്വേതേശിയുണ്ട്. അതിന്? കിഷോറേട്ട് എവിടെ കിടക്കുക? അതായിരുന്നു അവളുടെ ടെൻഷൻ. അതിന് ഇവിടെ എന്താ പ്രശ്നം? എനിക്കിപ്പോഴും പനി മാറിയിട്ടില്ല. പകരും. പനിയല്ലേ, മാറാരോഗമൊന്നുമല്ലല്ലോ. തീരെ മയമില്ലാത്ത സ്വരത്തിൽ അവൻ ചോദിച്ചു. പിന്നെ ജനലിന്റെ പാളികൾ അടച്ചു. നീ കയറി കിടക്ക്, ഞാൻ അവളിൽ നിന്ന് കണ്ടിട്ട് വരാം. ഷർട്ട് എടുത്തിട്ട് അവൻ മുറിവിട്ടിറങ്ങി. ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നെടുക്കുന്നുണ്ട്. അങ്ങോട്ട് നടന്നു. ശ്വേത അവിടെയുള്ള ഊഞ്ഞാലിരുന്ന് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുകയാണ്. അവൾ അവനോട് അടുത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നെ ഹെഡ്സെറ്റിന്റെ ഒരു ഭാഗം അവന്റെ ചെവിയിൽ വെച്ച് കൊടുത്തു. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടാണ്. കണ്ണടച്ചിരുന്ന് രണ്ടുപേരും അതിൽ ലയിച്ചു. എന്ത് രസാ പുള്ളിയുടെ പാട്ട് കേൾക്കാൻ, അല്ലേടാ? മനസ്സിൽ എത്ര വിഷമമുണ്ടായാലും ഇങ്ങനെയുടെ ശബ്ദം കേട്ട എല്ലാം മാറും. ഇപ്പൊ നിനക്കെന്താടി വിഷമം? അവളൊന്നും മിണ്ടിയില്ല. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നിലാവെളിച്ചത്തിൽ അവളുടെ മുഖത്തെ വിഷാദം അവൻ ശ്രദ്ധിച്ചു. ഏയ്, ഞാൻ നിങ്ങൾക്ക് ഭാരായെന്നൊരു തോന്നല് അമ്മയും അച്ഛനും പറഞ്ഞപ്പോൾ എതിർക്കാനും കഴിയുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ചേനെ. അല്ലെങ്കിലും നിന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ പൊറപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. 2 ആഴ്ചക്കുള്ളിൽ നിന്റെ ഷോപ്പ് ഇറക്കണം. പിന്നെ ഏതെങ്കിലും ഒരു കോന്നനെ കണ്ടെത്തി ശല്യം ഒഴിവാക്കും. അതിനുശേഷം പ്രജിക്ക് ഒരു പെണ്ണിനെ കണ്ടെത്തി കൊടുക്കണം. ആ, അത് പറഞ്ഞപ്പോഴോ ഓർത്ത്, നീളവനെ ചെന്നൈയിലോട്ട് വിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ ഏതെങ്കിലും തമിഴ്ത്തിയെ സെറ്റാക്കിയോ ആവോ? നാളെ എത്തും. നിന്റെ കോൾ എടുക്കാത്ത മനഃപൂർവ്വം. അവനോട് എന്തൊക്കെയാ പറഞ്ഞതുപോലെ ബോധമുണ്ടോ? പാവത്തിന് ഒരുപാട് നൊന്തു. എന്നെ വിളിച്ച് കുറേ പരാതി പറഞ്ഞു. അച്ചുവിൻ്റെ കാര്യം പറഞ്ഞോട് ആൾ പകുതി മരിച്ച പോലെയാ. അത്രയ്ക്ക് ജീവനാടാ പ്രജിക്ക് അച്ചുവിനെ. എനിക്കറിയാടി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ഓരോന്ന് വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷേ അവൻ എന്നോട് ക്ഷമിക്കും, എനിക്ക് ഉറപ്പുണ്ട്. വഴക്കിട്ട് പിരിഞ്ഞു പോകാനുള്ള ബന്ധമാണ് ഓടി നമ്മൾ 3 പേർക്കിടയിലുള്ളത്. അച്ചുവിനെ ഒരിക്കലും ഒറ്റക്കാക്കരുത്. ഭർത്താവായിട്ട് മാത്രമല്ല, നല്ലൊരു ഫ്രണ്ടായിട്ട് നീ കൂടെ ഉണ്ടാവണം. കിഷോറൊന്ന് മൂളി. കിച്ചു, ആളുടെ മനസ്സിൽ ഇപ്പോഴും അസ്വസ്ഥമാണ്. മാറാൻ സമയമെടുത്തേക്കാം. നിന്റെ ഉത്തരവാദിത്തം ചെറുതല്ലെന്നർത്ഥം. നീ തനിച്ചല്ല, എല്ലാവരും ചേർന്ന് അവളെ മാറ്റിയെടുക്കും. എനിക്ക് ചെറുക്കനെ ആലോചിക്കുന്ന അതിന് ശേഷം മതി. നീ പോയി കിടന്നുറങ്ങി. നാളെ ടൗണിലേക്ക് എൻ്റെ കൂടെ വരണം. നീ നിന്റെ കടയുടെ ഇന്റീരിയർ വർക്കിന് ആൾക്കാർ നാളെ എത്തും. ബ്യൂട്ടി പാർലറിൻ്റെ പണി നാളെ തന്നെ തുടങ്ങും. പ്രജി എത്ര മണിക്ക് വരിക? ഉച്ചയ്ക്ക് മുമ്പ് വരും. ആ, അവൻ്റെ പിണക്കം മാറ്റിയിട്ട് അവനെയും കൊണ്ട് പോയി കാർ എടുക്കണം. ഷോറൂമിൽ നിന്ന് വിളിച്ചിരുന്നു. അവൻ എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ച് വലിച്ചു. അവൾ എഴുന്നേറ്റു. ഡോറടിച്ച് 2 പേര് 2 മുറികളിലേക്കും പോയി. അവനകത്ത് ചെന്നപ്പോൾ അർച്ചന കണ്ണുകൾക്ക് മീതെ കൈവച്ച് കിടക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് അവനും ചെന്ന് കിടന്നു. പുറത്ത് ചീവീടുകളുടെ ശബ്ദം മാത്രം കേൾക്കാം. കുറച്ചു കഴിഞ്ഞ് കിഷോർ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. എന്നിട്ട് കൈ അവളുടെ വയറിന് കുറുകെ വെച്ചു. പ്രതികരണമൊന്നുമില്ല. കുറച്ചുകൂടി ചേർന്ന് കിടന്നു. ശ്വാസം അടക്കി പിടിച്ച് അവൾ കിടക്കുകയാണെന്ന് മനസ്സിലായി. അച്ചു, അവൻ പതിയെ വിളിച്ചു. അവൾ നിശബ്ദയായി കിടക്കുകയാണ്. മുഖം അവളുടെ കാതിനോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി വിളിച്ചു. അച്ചു, എന്നോട് ദേഷ്യമാണോ? ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. ഒരു നിമിഷം അവൻ പകച്ചുപോയി. പിന്നെ അവളുടെ ശിരസ് തന്നെ നെഞ്ചിലേക്ക് എടുത്തു വെച്ചു. 2 കൈകൾ കൊണ്ട് അവളെ മുറുക്കി പിടിച്ചു. കരയിലേടി, സോറി.
ഞാൻ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. എൻ്റെ തെറ്റാ, നീ ക്ഷമിക്കേ. അതോടെ കരച്ചിലിന്റെ ശക്തി കൂടി. പിന്നെ പൊടുന്നതിനകം നിലച്ച് അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ അമർന്നു. എന്താണെന്ന് കിഷോറിന് മനസ്സിലായില്ല. കൈയെത്തിച്ച് ലൈറ്റ് ഇട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവൾ വാ തുറന്നപടി കിടക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ല, കണ്ണുനീരൊഴുകുന്നുണ്ട്. പിടഞ്ഞെഴുന്നേറ്റ് അവളെ പിടിച്ചിരുത്തി. അച്ചു മോളെ, അവൻ കുലുക്കി വിളിച്ചു. കവിളിൽ പതുക്കെ 2 അടി അടിച്ചപ്പോൾ ശ്വാസം വീണ്ടെടുത്ത് അവൾ വാവിട്ട് കരഞ്ഞു തുടങ്ങി. കിഷോർ ചാരിയിരുന്ന് അവളെ മടിയിൽ കിടത്തി. പിന്നെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. നീ കരയുമ്പോൾ എനിക്ക് എത്രമാത്രം വേദനിക്കുന്നറിയോ നിനക്ക്? മതി, നിർത്ത്. എന്നെ പോലൊരുത്തിയെ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ കിഷോറേട്ടന്? അവൻ മുഖം കുനിച്ച് അവളുടെ നനഞ്ഞ കണ്ണുകളിൽ ഉമ്മ വെച്ചു. ഒരിക്കലുമില്ല, ഞാൻ കുറച്ച് പക്വതയോടെ പെരുമാറുന്നായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ മരിക്കാൻ ഒരുങ്ങിയാണോ വേണ്ടത്? എനിക്ക് നീയില്ലാതെ പറ്റില്ല അച്ചു. അത്രയ്ക്ക് ഇഷ്ടമാടി എനിക്ക് നിന്നെ. സോറി ഒന്നും വേണ്ട. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. സത്യം ചെയ്യും. സത്യം. കിഷോർ അവളെ ശരിക്കും കിടത്തി. അവനും കിടന്നു. അതിനുശേഷം അവിടെ ഒരു കാല് തന്റെ ദേഹത്തേക്ക് കയറ്റി വെച്ചു. കഴുത്തുവരെ പുതച്ച ശേഷം ആ കവിളിൽ ചുണ്ടുകൾ അമർത്തി. അച്ചു. ആ വിളിയിൽ അർച്ചനയുടെ മനം കുളിർന്നു. എന്തോ? ഉറങ്ങിക്കോ, മറ്റൊന്നും ആലോചിക്കണ്ട. നാളുകൾക്ക് ശേഷം അവൾ മനസ്സമാധാനത്തോടെ ഉറങ്ങി. കിഷോറിന് പക്ഷെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്നെ നെഞ്ചിൽ മുഖം പൊഴുത്തി കിടക്കുന്ന പെൺകുട്ടിയോട് പ്രണയത്തേക്കാൾ വാത്സല്യം അവന് തോന്നി. നേരം പുലരും വരെ അവൻ അവളെ നോക്കി കിടന്നു. ഇടയ്ക്കിടെ അവളെ ഉണർത്താതെ മൃദു ചുംബനങ്ങൾ നൽകിക്കൊണ്ട്. പോണ്ടിച്ചേരി മനോഹരമായ റിസോർട്ടായിരുന്നു അത്. അതിനോട് ചേർന്ന് ഔട്ട് ഹൗസ് പോലത്തെ ഒരു കെട്ടിടം. തന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ അയാൾ അടിമുടി നോക്കി. സാറ് ഇവിടെ തന്നെയാണ് താമസം? അതെ, സ്വന്തം ബിസിനസ് ആകുമ്പോൾ നമ്മൾ തന്നെ കെയർ ചെയ്യണമല്ലോ. അതുകൊണ്ട് മോളും വൈഫും ഞാനിവിടെ കൂടി. അമ്മച്ചിയും മറ്റു കുടുംബക്കാരെല്ലാം നാട്ടിൽ തന്നെയാണ്. ഒരു യുവതി 2 ഗ്ലാസ് ജ്യൂസ് അവിടെ മുമ്പിൽ വെച്ചു ഒന്ന് പുഞ്ചിരിച്ചിട്ട് പുറത്തേക്ക് പോയി. എൻ്റെ വൈഫാ ടീന. സാറിന്റെ ലേറ്റ് മാരേജ് ആയിരുന്നു? പുറത്ത് മോളെ കണ്ടു. ചെറിയ കുട്ടിയാ, അതുകൊണ്ട് ചോദിച്ചതാ. യെസ്, ഞാൻ മലേഷ്യയിലായിരുന്നു കുറേ കാലം, അതുകൊണ്ട് കെട്ടാൻ വൈകി. നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാമെന്ന് എന്തിനാ? ഓ സോറി, ഞാൻ മറന്നുപോയി. ഞാൻ കിഷോർ, ഇതെന്റെ ഫ്രണ്ട് പ്രജിത്ത്. സാറിന് ഞങ്ങൾ അറിയാൻ വഴിയില്ല. പക്ഷെ അർച്ചനെ അറിയാലോ. അർച്ചന? അയാൾ ഒരു നിമിഷം ആലോചിച്ചു. ഓർമ്മയില്ലേ? എന്താ റോണി സാറേ, വർഷം കുറെയെങ്കിലും മറക്കാൻ പറ്റുന്നതാണോ നിങ്ങളുടെ അപ്പൻ്റെ കൂട്ടുകാരൻ കൃഷ്ണനെയും അയാളുടെ പെൺമക്കളെയും? റോണിയുടെ മുഖം വിളറി, തൊണ്ട വരണ്ടു. ഏട്ടനെ പോലെ സ്നേഹിച്ച 10 വയസ്സുള്ള കുഞ്ഞിനെ പീച്ച് ചീന്തിയത് മറന്നുപോയോ? നിങ്ങൾ ആരാ? അയാൾ പതർച്ചയോടെ ചോദിച്ചു. പിന്നെ വാതിൽക്കിലേക്ക് നോക്കി. ഓ, ഭാര്യ കേൾക്കുന്നുണ്ടോ നോക്കിയാണോ? ഭർത്താവിൻ്റെ പണ്ടത്തെ വീരസാഹസിക കഥകൾ അവരും കൂടി കേൾക്കട്ടെ. പ്ലീസ് വരൂ, നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാം. പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം. കവിൾ പൊത്തിപ്പിടിച്ച് റോണി പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. ആനങ്ങിയാ നിന്നെ ഇവിടെ ഇട്ട് കുത്തി കീറും ഞാൻ. പതിഞ്ഞതെങ്കിലും കിഷോറിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഒരു പെൺകുഞ്ഞ് അങ്ങോട്ട് ഓടി വന്നു. എന്താ പപ്പ ഒരു സൗണ്ട് കേട്ടത്? ഏയ് ഒന്നുമില്ല, മോള് മമ്മിയുടെ അടുത്തേക്ക് പോയിക്കോ. അയാൾ പറഞ്ഞു മുഴുമിക്ക് മുമ്പ് പ്രജിത്ത് അവളെ എടുത്ത് മടിയിലിരുത്തി. മോളുടെ പേരെന്താ? നേഹ. എത്രയിലാ പഠിക്കുന്നേ? 4th മിടുക്കി. പ്രജിത്ത് അവളുടെ കവിളിൽ തലോടി. പിന്നെ ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് നൽകി. മോളപ്പുറത്തേക്ക് പോയിക്കോ, പപ്പയുടെ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൾ 2 നോക്കി നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വന്ന വഴി തിരിച്ചുകൂടി. 4ാം ക്ലാസ്, ഏകദേശം ഈ പ്രായം തന്നെയായിരുന്നു അർച്ചന അന്ന്, അല്ലേ? റോണിയിരുന്ന് വിയർക്കുകയാണ്. നിന്റെ മോള് സുന്ദരിയാട്ടോ. നേരത്തെ ചിരിയോടെ കിഷോർ പറഞ്ഞു. റോണി അവന്റെ കാൽക്കിലേക്ക് വീണു. എൻ്റെ മോളെന്ന് ചെയ്യരുത്, എനിക്ക് അന്നങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. എന്തു വേണമെങ്കിലും തരാം ഞാൻ. എന്തു തരും? അവനെ അയാളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കി. നിന്റെ സകല സ്വത്തും, എന്തിന് നിന്റെ ജീവൻ തന്നെ തന്നാ പോലും ആ പെൺകുട്ടി കഴിഞ്ഞ 15 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന് പകരാവില്ല. കിഷോർ പല്ലിയരിച്ചു. ദിവസം കുറേയായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു. കണ്ടുകിട്ടാൻ ഒത്തിരി പാടുപെട്ടു. അവളുടെ ജീവിതം തകർത്തിട്ട് നീ ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലേ. സ്വന്തമായി റിസോർട്ട്, സൗന്ദര്യവും സമ്പത്തുള്ള ഭാര്യ, മകള്. അർച്ചനയോ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ആരോടെങ്കിലും പറഞ്ഞ് കറിയാൻ പോലും പറ്റാതെ നരകിക്കുകയായിരുന്നു. അവൻ റോണിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിന്നെ കൊല്ലാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. പക്ഷേ ഞാനത് ചെയ്ത് ജയിലിൽ പോയാ അവൾ കൂടുതൽ വിഷമിക്കും. പിന്നെ അടുത്ത വഴി നിയമത്തിൻ്റെതാ. അവളുടെ മുറിവുകളുടെ ആഴം കൂട്ടാൻ അതുകൊണ്ട് കഴിയും. എന്നിട്ടും ഇന്ന് നിന്നെ കാണാൻ വന്നത് വേറൊന്നിനല്ല. നീ ചെയ്ത തന്തയിലായും ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ലെന്ന് നീ കരുതരുത്. അതിനുവേണ്ടി മാത്രമാ. അവൻ എഴുന്നേറ്റു. സ്ത്രീധനം കിട്ടിയ കാശിൽ റിസോർട്ട് വേണത് സുഖമായിട്ട് ഇത്രയും നാൾ ജീവിച്ചില്ലേ? ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് റോണി. അതിനുവേണ്ടി തന്നെയാ ദൈവം നിനക്ക് പെൺകുഞ്ഞിനെ തന്നത്. അർച്ചനയ്ക്ക് സംഭവിച്ചത് നിന്റെ മോൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. കിഷോർ വാതിലിന് നേരെ നടന്നു. പിന്നാലെ നടന്ന പ്രജിത്ത് ഒരു നിമിഷം നിന്നു. പിന്നെ കുതിച്ചു വന്ന ഒരൊറ്റ ചവിട്ടായിരുന്നു. റോണി തെറിച്ച് ഭിത്തിയിലേക്ക് അടിച്ച് നിലത്ത് വീണു.
നിന്നെ തീർത്തിട്ട് ഞാൻ തൂക്കാറോ ജീവരെന്തോ വാങ്ങിക്കോളെന്ന് പറഞ്ഞ, പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ ഏട്ടനല്ലാവും. കിഷോർ അവനെ പിടിച്ചു വലിച്ച് പുറത്തിറങ്ങി. വാതിലിന് പുറത്ത് ചുമരിൽ ചാരി മോളെ ചേർത്ത് പിടിച്ച് ടീന നിൽപ്പുണ്ടായിരുന്നു. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾ അവരെ നോക്കി. നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് കരുതിയല്ല, പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റിന് ഇന്നൊരു പെൺകുട്ടി ശിക്ഷ അനുഭവിക്കുക. മോള് സൂക്ഷിച്ചോ, അയാൾക്ക് കൊച്ചുപിള്ളേരോടാ താല്പര്യം. ഒരാളുടെ കഥ മാത്രമേ ഞങ്ങൾക്കറിയൂ. ഇനി എത്ര ഇരകളുണ്ടെന്ന് അയാൾക്കും ദൈവത്തിനും അറിയാം. നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. ഞങ്ങൾ പോവാ, സന്തോഷമായി ജീവിക്ക്. കുഞ്ഞിനെ നോക്കിയാൽ ചിരിച്ചുകൊണ്ട് കിഷോർ പുറത്തിറങ്ങി കാറിൽ കയറി. കൂടെ പ്രജിത്തും. അവൻ കിഷോറിനെ ദയിപ്പിക്കും പോലെ നോക്കി. ഓ, നീ ഇത്രയ്ക്ക് പുണ്യാത്മാവായത് ഞാൻ അറിഞ്ഞില്ല. അവന് വെറുതെ വിട്ടല്ലോ. ഛേ, ആര് വെറുതെ വിട്ടു? ഇപ്പൊ ചെയ്തു പിന്നെന്താ? ഞാൻ അത്രയ്ക്ക് ഉണ്ടാക്കണമെന്നല്ല പ്രജി. അവന്റെ പെണ്ണുമ്പിളയെ കുറിച്ച് അവരുടെ വീട്ടുകാരെ കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചിരുന്നു. അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാതെയാ ഇവന്റെ ഭാര്യയായത്. അവളുടെ പൈസക്ക അവൻ നിലനിൽക്കുന്ന തന്നെ. ഇപ്പൊ അപ്പം മരിച്ചു. അല്ലെങ്കിൽ അവൾക്ക് ഇവനോട് കലിപ്പാ. ഇതും കൂടി ആയാലോ? അവള് വാതിലിന് മുന്നിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ അവിടെ സംസാരിച്ച്. ഇനി അങ്ങോട്ട് റോണി ജോർജിന്റെ പതനമാ. ഈ കാര്യത്തിൽ ടീന ഒരിക്കലും അവനോട് ക്ഷമിക്കില്ല. നീ കണ്ടോ, ഡയലോഗ് അടിച്ച് അവനെ ചുമ്മാ വിടാൻ ഞാൻ അത്രയ്ക്കും നല്ലവനൊന്നുമല്ല. നമ്മൾ രണ്ട് പൊട്ടിച്ചാലോ കയ്യോ കാലോ ഒടിച്ചാലോ ഇനി ജയിലിൽ കിടത്തിയാലോ ഒന്നും അവൻ ചെയ്ത് തെറ്റിനും പകരാവില്ലടാ. അതിന് ഇതാണ് വഴി. അവൻ അർച്ചനയുടെ ജീവിതം തകർത്തു. ഞാൻ അവന്റെ കുടുംബവും മനസ്സമാധാനവും തകർത്തു. ഇനി ഇതൊക്കെ അവൻ അതിജീവിച്ച് വന്നെങ്കിൽ മാത്രം അടുത്ത ഡോസ് കൊടുക്കും. ഇതേ സമയം നിലത്തുനിന്ന് പണിപ്പെട്ട് എഴുന്നേറ്റ റോണി നേരെ മുന്നിൽ നിൽക്കുന്ന ടീനെ കണ്ടൊന്ന് ഞെട്ടി. അവളുടെ ജ്വലിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ഭയം തോന്നി. ടീന, അത് അന്നങ്ങനെയൊക്കെ. വാക്കുകൾക്ക് അയാൾ പരതി. ടീന കഴുത്തിലെ മിന്നു പൊട്ടിച്ച് അയാളുടെ നേരെ എറിഞ്ഞു. പിന്നെ ആ മുഖത്തേക്ക് കാറി തുപ്പി. മിണ്ടരുത് പൊട്ടി. അവൾ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോകുന്നു. നിസ്സഹായനായി നോക്കി നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഇതൊക്കെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് നല്ലൊരു വീട് വെക്കണം, പ്രജിത്ത് പറഞ്ഞു. ശ്വേതയുടെ വീടിന്റെ പൊട്ടിയ ഓടുകൾ മാറ്റുകയായിരുന്നു അവൻ. കാശ് നിന്റെ അച്ഛൻ കുഞ്ഞിരാമേട്ടൻ തരുമോ? അവൾ താഴേന്ന് വിളിച്ചു ചോദിച്ചു. നിന്റെ ചെന്നൈയിലെ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങുന്ന ഒരു പണത്തിന് പകരം നെല്ലുവരിയും പച്ചക്കറിയൊക്കെയാണ് തന്നോണ്ടിരുന്നത്. ടൂറ് പബ് എന്നൊക്കെ പറഞ്ഞ് കാശ് ചെലവാക്കിയിട്ടല്ലേ? സമ്പാദിച്ചൊക്കെ ഇവിടെ കട തുടങ്ങാൻ എടുത്തു. ഇനി ആകെയുള്ള ഈ മാലിയൊരു വളയോ? ഇവിടുത്തെ കച്ചവടം പൊട്ടിയ പൊന്നു മോനെ, ഞാൻ തൂങ്ങി ചാവേണ്ടി വരും. പൊട്ടതൊന്നുമില്ലടി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കാമുകിനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കും. സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഗിഫ്റ്റ് വാങ്ങുന്നു, അവന്റെ ക്ലാസ്സിൽ ഏതോ പെണ്ണിന് കൊടുക്കാൻ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികളെ നോക്കാൻ പോലും പേടിയായിരുന്നു. അതുമാത്രമല്ല, അന്നൊക്കെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ക്ലാസ്സിൽ കുറവാണല്ലോ. നിന്റെയൊക്കെ ആയ കാലത്ത് എന്തായിരുന്നു കോലം? വട്ടപ്പൊട്ട് ഓഞ്ഞ പൗഡറിന്റെ മണം, പോരായിട്ട് 1.5 ലിറ്റർ വെളിച്ചെണ്ണ തലയിലും. സഹിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അങ്ങനെ എന്നല്ലല്ലോ. ഇപ്പോഴല്ല, എന്നാലും പ്രായമായില്ലേ. പോടാ, നീ ഞാനും ഒരേ വയസ്സല്ലേ. പക്ഷെ കണ്ട നീ എൻ്റെ മാമനാണെന്നേ പറയും. ആ, അങ്ങനെ കരുതി സ്വയം സമാധാനിച്ചോ? പ്രജിത്ത് ഒന്ന് ചിരിച്ചു. പിന്നെ ബാക്കിയുള്ള ഓടുമാറ്റി താഴെ ഇറങ്ങി. കഴിഞ്ഞു. ആ ദിനേശിനോട് ഞാൻ തേങ്ങയിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേലും ഇനി ഓട് വിട്ടും. മുഖത്തെ വിയർപ്പ് തുടച്ച് അവൻ അവിടെ ഇരുന്നു. ശ്വേതയും തൊട്ടടുത്തിരുന്നു. ഡേ, നിനക്ക് കാശ് വല്ലതും വേണോ? ചിട്ടിയിട്ടിയത് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല. ഏയ് വേണ്ടടാ, തൽക്കാലത്തേക്കുള്ളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ അമ്മയും ചേച്ചിയൊന്നും വിളിക്കാറില്ലേ? അമ്മ വിളിച്ചിരുന്നു. സുഖവിവരം അന്വേഷിക്കാനല്ല, ശപിക്കാൻ. അവളുടെ മുഖത്ത് വിഷാദങ്ങളെന്ന പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഇത്ര വലിയ കുറ്റാണോടാ? അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ മറന്നു. ചേച്ചിയുടെ ഭർത്താവ് കൊണ്ടുവന്ന വിവാഹാലോചനയാ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ. നിനക്ക് ഓർമ്മയുണ്ടോ പ്രജി? അവൾ കൊടുത്ത ആ സ്ഥലമില്ലേ, അതിൻ്റെ ആധാരം ബാങ്കിൽ പണയത്തിലായിരുന്നു. ജപ്തി എന്ന അവസ്ഥ വന്നപ്പോൾ ബാങ്ക് മാനേജറുടെ കാല് പിടിച്ച് കുറച്ച് സമയം വാങ്ങിയ ഞാനാ. രാവും പകലും കഷ്ടപ്പെട്ടിട്ടാ അത് തിരിച്ചെടുത്ത്. എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൾക്ക് കൊടുത്തു. സാരല്ല, പോട്ടേന്ന് വയ്ക്കാം. പക്ഷെ അവിടെ ഓരോ സമയത്ത് സംസാരം കേൾക്കുമ്പോൾ നെഞ്ച് പെടയും. അവളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പാറമടയിൽ ജോലിക്ക് പോയിട്ടുണ്ട്. കരിങ്കല്ല് കൊണ്ട് ഉള്ളം കൈ മുറിഞ്ഞിട്ട് ഒരു ഉരുള ചോറ് പോലും കഴിക്കാനാവാതെ കരഞ്ഞുറങ്ങുമ്പോഴും മനസ്സിലുണ്ടായിരുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്ന ചിന്തയായിരുന്നു. നന്ദി കാണിക്കണം എന്നല്ല, കുത്തുവാക്കുകൾ ഒഴിവായിക്കൂടെ? കിച്ചുവിൻ്റെ വീട്ടിലെ താമസം എന്നറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കേട്ട് അറക്കുന്നതൊക്കെയാ. ശരിക്കും ജീവിതം മടുത്തേടാ. അവളുടെ കണ്ണ് നിറഞ്ഞു. പ്രജിത്ത് അവളെ ചേർത്ത് പിടിച്ചു. പോട്ടടി, സാരമില്ല. ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. അപ്പോഴാ എങ്ങടെയും യാത്ര ചെയ്യുന്നത്. ഇനി അതൊന്നും ഓർക്കണ്ട. ഇവിടിപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ? ഇന്നലെ ബാലേട്ടനെ ഏതൊരു ചെറുക്കൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണ്ടി. അറിയാൻ മേലായിട്ട് ചോദിക്കുക, നിങ്ങളും ഭാര്യ ഒഴിവാക്കാൻ നോക്കുകയാണോ? അതല്ലേടി, നിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എടുത്തു ചാടി കല്യാണം കഴിക്കണം എന്നല്ല, പരസ്പരം മനസ്സിലാക്കി നിനക്ക് 100% ഓക്കെയാണെന്ന് തോന്നിയാൽ മാത്രം മതി. അവൾ നിലത്തേക്ക് നോക്കിയിരുന്നു. തനിച്ച് ജീവിക്കാനാ സുഖം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ആ ഒറ്റപ്പിള്ള നമ്മളെ കൊല്ലാകൊല ചെയ്യും. ഇതൊന്നും നിനക്ക് ബാധകല്ലേ? പറയുന്ന കേട്ടാ തോന്നും നീ കെട്ടി 3-4 പിള്ളേരായ ആളാണെന്ന്. ഞാൻ നോക്കുന്നുണ്ടല്ലോ. നാളെ ഇവിടുത്തെ പെണ്ണാൻ പോകുന്നുണ്ട്. അച്ഛൻ്റെ ഏർപ്പാടാ. ശരിയാവുന്ന പ്രതീക്ഷ. ഞാൻ വരണോടാ.
ആദ്യം പോയി നോക്കട്ടെ, സെറ്റ് ആവണമെങ്കിൽ എല്ലാവരും കൂടി പോവാം. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന ശേഷം രണ്ടുപേരും കിഷോറിന്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ ആരോ ഉറക്കെ സംസാരിക്കുന്നുണ്ട്. വിരുന്നുകാരുണ്ടെന്ന് തോന്നല്ലോ, പ്രജിത്ത് പറഞ്ഞു. കിണറിന്റെ അടുത്ത് അർച്ചനയെ കണ്ടപ്പോൾ അവർ അങ്ങോട്ട് ചെന്നു. ആരടിയകത്ത്? ശ്വേത ചോദിച്ചു. പേരറിയില്ല, അച്ഛന്റെ വകയിലൊരു ചേച്ചിയാണെന്ന് പറഞ്ഞു. കല്യാണത്തിനന്ന് കണ്ടതാ. ആ, കനകമ്മ ചേച്ചി. ഒരു വൃത്തിയായിട്ട് ഐറ്റാ. ഒരിക്കലും ഞാനായിട്ട് നന്നായിട്ട് ഉടക്കിയിരുന്നു. അതിൽ പിന്നെ എന്നോട് മിണ്ടാറില്ല. പ്രജിത്ത് പൈപ്പ് തുറന്ന് കൈകാലുകളും മുഖവും കഴുകി. ഞാൻ പോവാ, അവരുടെ ഡയലോഗ് കേട്ടാലേ ഞാൻ തെറി വിളിക്കും. രാത്രി വരാം. അവൻ വീടിന്റെ ഇടതുവശത്തുകൂടി മുറ്റത്തേക്ക് നടന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. എനിക്ക് പേടിയായി, അതാ മുങ്ങിയേ. ശ്വേത അവളുടെ കയ്യിൽ പിടിച്ച് അടുക്കള വഴി അകത്തേക്ക് കയറി. ഭാര്യയുടെ ചേച്ചിയുടെ കൊച്ചിനെ കൂടെ നിർത്തി പഠിപ്പിക്കുന്നു, അതിനെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിക്കുന്നതെല്ലാം ലോകത്തിൽ എവിടെയും നടക്കാത്തതാ. നാട്ടുകാർ പറയുന്ന കേൾക്കുമ്പോൾ തൊലി ഉരിയ. അത് പോട്ടേന്ന് വെക്കാം. അയൽക്കാരിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നൊക്കെ ഇച്ചിരി കടന്ന കയ്യാ. അതും കെട്ടുപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ. നിങ്ങൾക്കൊന്നും ഒരു ബോധമല്ലേ? ബാലനൊരു പാവ, എല്ലാവരും ചേർന്ന് അവനെ മുതലെടുക്കുകയാണല്ലേ. കനകമ്മ ഹാളിൽ നിന്ന് സംസാരിക്കുന്നവർ കേട്ടു. കൗസല്യ അടുക്കളയിൽ ചായ ഇടുകയാണ്. അവർ ഫോൺ സേവിൽ വെച്ചിട്ടുണ്ട്. ശ്വേതയെ അർച്ചനയും കണ്ട് അവരൊന്ന് ചിരിച്ചു. എന്നിട്ട് ഫോൺ അർച്ചനയ്ക്ക് നേരെ നീട്ടി. അച്ഛനാ. അവളത് വാങ്ങി. കനക ചേച്ചി അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ മോളെ? ബാലൻ ചോദിച്ചു. ബന്ധം നോക്കുമ്പോൾ എൻ്റെ ചേച്ചിയായിട്ടൊക്കെ വരും. പക്ഷേ അവരുടെ നാവ് വളരെ മോശ. എന്തൊക്കെ പറയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ട് ഞാൻ കൗസുവിനെയും കിച്ചുവിനെയും കൊണ്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്തവരാ. കഷ്ടപ്പെട്ട ഒരു നിലയിലെത്തിയപ്പോൾ അടുക്കാൻ വന്നു. എന്തൊക്കെയായാലും സ്വന്തക്കാരില്ലേന്ന് കരുതി. പക്ഷേ അവർ വരുന്ന സുഖവിവരം അന്വേഷിക്കാനൊന്നുമല്ല, ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാനും കുറ്റം പറയാനും മാത്രമാ. ഇപ്പോൾ നീയും ശ്വേതയായിരിക്കും ഇരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ പറയുന്ന പോലെ മോൾക്ക് ചെയ്യാമോ? ചെയ്യാച്ച. ഇത് നിന്റെ വീടാ. പൂർണ്ണമായ അധികാരം ഞാനും അമ്മയും നിനക്ക് തന്നിട്ടുണ്ടല്ലോ. അവർക്കുള്ള മറുപടി എന്തായാലും അത് മോള് കൊടുക്കണം. അയ്യോ, ഞാനോ? അതും പ്രായമുള്ള ഒരാളോട്? നീ തന്നെ. നിന്റെ ഈ തൊട്ടാവാടി സ്വഭാവം നന്നല്ല. സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ നടത്തേണ്ട ആളാ. ചിരി തൻ്റെ ഇടമൊക്കെ വേണം. ഇനി അവർ ദുഷിപ്പ് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഫോൺ കട്ടിയണ്ട, അമ്മയുടെ കൈ കൊടുത്തേക്ക്. ഞാനും കേൾക്കട്ടെ. അത് വേണോ അച്ഛാ? വേണം, പറഞ്ഞനുസരിക്ക്. അവൾ ഫോൺ കൗസല്യക്ക് നൽകി. ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത ശേഷം ചായ കപ്പിലേക്ക് പറഞ്ഞ് അതുമെടുത്ത് ഹാളിലേക്ക് നടന്നു. ശ്വേതയുടെ കൂടെ വരാൻ ആംഗ്യം കാട്ടി. കനകമ്മ സോഫയിൽ ഇരിക്കുകയാണ്. ആഹാ, പുതിയ താമസക്കാരി ഇവിടെ ഉണ്ടായിരുന്നോ? ശ്വേതയെ നോക്കി അവർ പുച്ഛത്തോടെ ചിരിച്ചു. ചായ കുടിക്കേ. അർച്ചന കപ്പ് അവർക്ക് നീട്ടി. നിന്റെ ചായ കുടിക്കാനൊന്നല്ല ഞാനിങ്ങോട്ട് വന്ന്. മറ്റുള്ളവർ കുടുംബത്തെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ കുറച്ച് ദണ്ണമുണ്ട്. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് വീട്ടിലുള്ളവരാ. അർച്ചന ചായ ഉടച്ച് അവർക്ക് അഭിമുഖമായിരുന്നു. ശ്വേതയും പിടിച്ചിരുത്തി. അതേ, ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് കുറച്ച് നാളായി. കല്യാണത്തിൻ്റെ അന്നല്ലാതെ വേറൊരു ബന്ധുക്കളെയും കണ്ടിട്ടില്ല. അത്യാവശ്യം ചിലർക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഇത്രയും ആകലപ്പെടുന്നത് നിങ്ങൾ മാത്രമാണ്. അതിനൊത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ശരിയാ. ഇവരെയൊക്കെ ഞാൻ മയക്കെടുത്തിരിക്കുക. അതല്ലേ നാട്ടു നടപ്പ്. ഞാനായിട്ട് തെറ്റിക്കുന്നത് എങ്ങനെയാ? അവരമ്പരന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൗസല്യ ചിരിയടക്കാൻ പാടുപെട്ടു. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് എൻ്റെ കെട്ടിയവനെ അച്ഛാന്ന് വിളിക്കുന്നതിൽ അങ്ങേർക്ക് പരാതിയില്ല. ഈ വീട്ടിൽ ആർക്കും പരാതിയില്ല. പിന്നെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? അവരുടെ ചെലവിലല്ലല്ലോ ഞങ്ങളാരും കഴിയുന്നത്. അതുപോലെ ശ്വേത ചേച്ചിയുടെ കാര്യം ചേച്ചി ആവശ്യപ്പെട്ടിട്ടല്ല, ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അവിടെ താമസിക്കുന്നത്. അതിൽ വേറെ ആരും സങ്കടപ്പെടേണ്ട. മറ്റൊരു വീടിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് തലവുണ്ടാക്കാതെ അവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. അവൾ എഴുന്നേറ്റ്. ഞാനിവിടെ വലിഞ്ഞേറി വന്നവളെന്നല്ല, അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഏകദേശം 1.5 മണിക്കൂറായി നിങ്ങളിവിടെ എത്തിയിട്ട്. ഈ സമയം മുഴുവൻ എന്നെ കുറ്റം പറച്ചിലായിരുന്നു. ഒരു വീട്ടിൽ വന്നിട്ട് അവിടെയുള്ളവരെ പറ്റി ഇങ്ങനെ പറയുന്ന കുടുംബത്തിൽ പിറന്നവർ ചെയ്യുന്നതാണോ? പ്രതികരിക്കാതിരിക്കാൻ നിങ്ങളെ പേടിച്ചിട്ടല്ല, പ്രായത്തെയും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ വകയിലൊരു ചേച്ചി എന്ന സ്ഥാനത്തെയും കണക്കിലെടുത്തിട്ടാ. എന്ന് വെച്ച് എപ്പോഴും ആ സൗജന്യം പ്രതീക്ഷിക്കേണ്ട. ഊണ് തയ്യാറായിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. കനകമ്മ ദയനീയമായി കൗസല്യയെ നോക്കി. അവള് പറഞ്ഞതിലും കാര്യമുണ്ട് ചേച്ചി. ഞങ്ങൾ ആരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കാറില്ല. ഇങ്ങോട്ട് അങ്ങനെ ആവണമെന്ന നിർബന്ധമുണ്ട്. കിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ കാശില്ലാതെ സ്വന്തക്കാരുടെ മുമ്പിലൊക്കെ പോയി കൈ നീട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഒരാളും സഹായിച്ചിട്ടില്ല. അരി വാങ്ങാൻ ഗതിയില്ലാതെ മരിച്ചീനി വേവിച്ചിന്ന് ഉറങ്ങിയിട്ടുണ്ട്. ചേച്ചി അടക്കമുള്ള ഒരാളെ അന്നൊന്നും കണ്ടിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് നല്ലില്ലാതെ കഴിയുമ്പോഴാണ് ഓരോരുത്തരായിട്ട് ബന്ധം പുതുക്കാൻ വരുന്നത്. പഴയതൊന്നും മനസ്സിലിട്ട് ഞങ്ങൾ ആരോടും പെരുമാറാറില്ല. പക്ഷേ ഇവിടെ എന്തെങ്ങനെ വേണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അതിലാരും ഇടപെടണ്ട. കിച്ചുവിൻ്റെ സ്വഭാവം ശരിക്കറിയാലോ. ഇതൊക്കെ അവൻ്റെ ചെവിയിലെത്തിയ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചീത്ത വിളിക്കും. കനകമൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. അവർ ഗേറ്റ് കടന്നിടൻ അർച്ചന ഓടിച്ചെന്ന് കൗസല്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ബാലൻ ലേനിൽ തന്നെയുണ്ട്. അച്ഛാ സോറി, ഞാൻ പറഞ്ഞ കൂടിപ്പോയോ? ഏയ്, ഒരിക്കലുമില്ല. കുറഞ്ഞോന്നാ സംശയം. എൻ്റെ തെറ്റാ മോളെ. ഇതൊക്കെ അന്ന് ഞാൻ പറയേണ്ടതായിരുന്നു. അത് വിട്. നീ എന്താന്ന് ക്ലാസ്സിന് പോവാഞ്ഞേ? കിഷോറിന് വേറെ ആരെയും കാണാനുണ്ടെന്ന് പറഞ്ഞു. കിഷോറിൻ്റെ കൂടെയാണ് അവൾ ടൗണിലേക്ക് പോവാറുള്ളത്.
ഒരു സ്കൂട്ടർ വാങ്ങാം. എന്നാ നിനക്ക് തനിച്ചു പോവാലോ. ഇനി പാർലർ തുടങ്ങി അവൻ്റെ സമയത്തിന് കാത്തിക്കണ്ട. എനിക്ക് ഓടിക്കാൻ അറിയില്ല അച്ഛാ. പഠിക്കണം. നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും വലിയ മൂശേട്ടയായ കനകമ്മ ചേച്ചിയുടെ വാടപ്പിച്ച നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നതൊക്കെ നിസ്സാരായിരിക്കും. ചിരിയോടെ പറഞ്ഞിട്ട് ബാലൻ ഫോൺ വെച്ചു. അപ്പം നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാമല്ലേ? ശ്വേത ചോദിച്ചു. അത് പിന്നെ അച്ഛൻ്റെ ഓർഡറായിരുന്നു. നിന്റെ കൂടെ നടന്നിട്ട് ഇവൾക്ക് നല്ല മാറ്റമുണ്ട്, കൗസല്യ ശ്വേതയോട് പറഞ്ഞു. ഇനിയും മാറ്റിക്കോളാം. ഇവിടെ അമ്മായിമാരുകൾ ഫൈറ്റിംഗ് കൂടി ഉണ്ടാവണം, എന്നാലേ പൂർത്തിയാവൂ. അത് നിന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന വീട്ടിലുണ്ടാക്കിയാൽ മതി. ഞായറാഴ്ച നിന്നെ കാണാൻ ഒരുത്തം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് രാവിലെ ഞാൻ മുങ്ങും. നടന്നത് തന്നെ. അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞൂടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും. നോക്കിക്കോ. അവർ അടുക്കളയിലേക്ക് നടന്നു. ഞാൻ പെട്ടു അല്ലേ അച്ചു? അയ്യടാ, ഒരാൾ കൂടി പെടാൻ പോകുന്ന പറഞ്ഞപ്പോൾ അവിടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈശ്വര, അടുത്ത മാസം ഉത്സവമായി. അതുവരെയുള്ളൂ എൻ്റെ സിംഗിൾ ലൈഫ്. അവൾ മുകളിലേക്ക് നോക്കി തൊഴുതു. അന്ന് വൈകിട്ട് ജെന്നി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ശ്വേത അവളെ അർച്ചനയും കൂട്ടി ടൗണിൽ പോയി. ഗിഫ്റ്റ് ഷോപ്പിന്റെ ഇന്റീരിയർ വർക്കുകൾ പൂർത്തിയായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് അർച്ചനയ്ക്ക് വേണ്ടി കിഷോർ തുടങ്ങുന്ന ബ്യൂട്ടി പാർലറും. അതിന്റെ പണി നടക്കുകയാണ്. ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം അവിടെ നിന്നിറങ്ങി ഐസ്ക്രീം കഴിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയൊന്ന് കറങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോൾ സന്ധ്യയായി. ഉമ്മറത്ത് കിഷോറും പ്രജിത്തും ഇരിക്കുന്നുണ്ട്. ജനനി ഓടിച്ചെന്ന് കിഷോറിന്റെ മടിയിൽ കയറി. അച്ഛനൊന്നും കൊണ്ടുവന്നില്ലേ? അവൻ ചോദിച്ചു. ഞാൻ ഐസ്ക്രീം വാങ്ങാന്ന് പറഞ്ഞതാ, ആന്റി വിറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ കലിയെന്ന് പറഞ്ഞ് പോപ്കോൺ ഉണ്ട്. അവൾക്ക് അവർ തുറന്ന് പോപ്കോൺ എടുത്ത് അവന് നൽകി. നീ രാവിലെ എങ്ങോട്ട് പോയതാടാ? ശ്വേത അവർക്കരികിലേക്കുന്നുകൊണ്ട് ചോദിച്ചു. രാവിലെ പത്രത്തിലൊരു വാർത്ത കണ്ടു, അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പോയതാ. നിങ്ങളാരും പത്രം വായിക്കാറില്ല അല്ലേ? ഇന്ന് സമയം കിട്ടിയില്ല. രാവിലെ മുതൽ ഞാനും പ്രജിയും പണിയിലായിരുന്നു. അച്ചുവാണി പത്രം തൊടാറില്ല. എന്താ കാര്യം? കിഷോർ മടക്കി വെച്ചിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. റിസോർട്ട് ഉടമ ആത്മഹത്യ ചെയ്ത നിലയിൽ പോണ്ടിച്ചേരി. മലയാളിയായ റോണി ജോർജ് 40 വയസ്സാണ് ലോഡ്ജിൽ തൂങ്ങി മരിച്ചത്. കുടുംബവഴക്കാണ് കാരണമെന്ന് പോലീസ് പറയുന്നു. ഭാര്യ ടീന, മകൾ നേഹ. അനേകം മരണവാർത്തകൾക്കിടയിൽ ഒരു ചെറിയ കോളം. അത് വായിച്ചുടൻ ആശ്ചര്യത്തോടെ ശ്വേത കിഷോറിനെ നോക്കി. ഞാനിതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പോയതാ. അവന്റെ ഭാര്യ കുട്ടിയും കൊണ്ട് വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. അവളുടെ ചേട്ടന്മാരൊന്നും ഇവനൊന്ന് പെരുമാറി. റിസോർട്ട് അവളുടെ പേരിലായിരുന്നു. അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതോടെ മറ്റു ബിസിനസ്സുകളെ പാർട്ട്ണർമാരെ ഒഴിവാക്കി. കയ്യിൽ കാശില്ലാത്തവനെ ആർക്കും വേണ്ട. 2 ദിവസം മുമ്പ് അവിടെ ലോഡ്ജിൽ മുറിയെടുത്താ. വാതിലോർക്കാതായപ്പോൾ അവിടെയുള്ള ഒരു ചവിട്ടി പൊളിച്ചു. അപ്പോഴേക്കും ചത്തിരുന്നു. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട്. അവൻ ഇത്ര പെട്ടെന്ന് തീരാൻ പാടില്ലായിരുന്നു. കുറച്ചുകൂടിയൊക്കെ അനുഭവിക്കേണ്ടിയിരുന്നു. ശ്വേത മറുപടി പറയാതെ പത്രമെടുത്ത് മുകളിലേക്ക് നടന്നു. അർച്ചന കുളി കഴിഞ്ഞ് വരികയായിരുന്നു. അവൾ ആ പത്രത്തിന്റെ പേജ് ബെഡിലേക്ക് ഇട്ടു. എന്താ ചേച്ചി? അവളത് കയ്യിലെടുത്തു. വായിക്കുമ്പോൾ ആ മുഖത്തെ ഭാവം മാറുന്ന ശ്വേത കണ്ടു. കണ്ണുകൾ നിറഞ്ഞു വരുന്നു. വായിച്ചു തീർത്ത് അവൾ കട്ടിലിരുന്ന് ശ്വേതയെ നോക്കി. തിരിച്ചറിവന്ന പ്രായം മുതൽ ഓരോ രാത്രിയിൽ 1000 തവണ ഞാൻ ഇയാളെൻ്റെ മനസ്സിൽ കൊന്നിട്ടുണ്ട് ചേച്ചി. ഒരിക്കലെങ്കിലും മുന്നിൽ പോയി എന്നോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കിഷോറേട്ടനോട് അകൽച്ച കാണിക്കാൻ കാരണക്കാരനായി ഇയാളെ കൊന്നിട്ട് സ്വയം അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ മരണം ഒരു ശിക്ഷയാണോ? ശരിക്കും ശിക്ഷിക്കപ്പെട്ട ഒരു തെറ്റും ചെയ്യാത്ത അയാളുടെ ഭാര്യയും കുഞ്ഞും അല്ലേ? എന്നിട്ട് കിഷോറും പ്രജിത്ത് റോണിയെ കാണാൻ പോയത് മുതലുള്ള എല്ലാവളോട് വിശദീകരിച്ചു. അർച്ചനയുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഇതൊക്കെ നിന്നോട് പറയേണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ ആ ദ്രോഹിയെല്ലാം നഷ്ടപ്പെട്ട് ജീവനൊടുക്കിയത് അറിയുമ്പോൾ നിനക്ക് ആശ്വാസമാവെന്ന് കരുതി. സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ അത് കള്ള. എന്നാൽ എൻ്റെ വിഷമം അയാളുടെ മകളെ ഓർത്ത. എന്തിന്? തന്നെ പോലൊരു പെണ്ണിൻ്റെ ജീവൻ താർത്ത അച്ഛനോട് ലോകത്തിലൊരു മോളും ക്ഷമിക്കില്ല. ആ കുട്ടി വലുതായ ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ശ്വേത അവിടെ മുറിയിലേക്ക് പോയി. ബാലൻ കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് എല്ലാവരും അന്ന് അത്താഴം കഴിച്ചത്. കുറേ നേരത്തെ കളിത്തമാശകൾക്കൊടുവിൽ പ്രജിത്ത് തിരിച്ചുപോയി. അടുക്കള ജോലി തീർത്ത് അർച്ചന മുറിയിലെത്തിയപ്പോൾ കിഷോർ കട്ടിൽ കിടന്ന് മൊബൈൽ നോക്കിയാണ്. ശ്വേത ഉറങ്ങിയോടി? ഇല്ല, ബാൽക്കണിയിൽ നിന്ന് ശരവനോട് ഫോണിൽ സംസാരിക്കുക. ഏത്? അവളുടെ കാമുകനോ? പോ അവിടുന്ന്. അർച്ചന ദേഷ്യപ്പെട്ടു. അത് കാമുകനൊന്നല്ല, ചേച്ചിയുടെ ഫ്രണ്ടാ. ആ, അവളെ പറയാൻ എനിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. വന്ന് കിടക്കടി, നാളെ ക്ലാസ്സിന് പോകണം. എല്ലാവരും ചേർന്ന് കൊഞ്ചിച്ച് വഷളാക്കി നിന്നെ. സഹിച്ചോ? അവൾ കട്ടിൽ കയറി കിടന്നു. കിഷോർ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അച്ചു, എല്ലാം അറിഞ്ഞല്ലോ. കുറച്ചൊരു ആശ്വാസം തോന്നില്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് ഇതൊന്നും പകരാവില്ലല്ലോ. ഒരാളുടെ ജീവിതം തകർത്തിട്ട് അവനങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ തേടി പിടിച്ച്. എന്നാലും കിഷോറായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെപ്പോലെ എത്ര പെൺകുട്ടികളുണ്ടാവും ഈ ലോകത്ത്? ആരോടും തുറന്നു പറയാൻ കഴിയാതെ, ഒന്ന് ഉറക്കെ കരയാൻ പോലും പറ്റാതെ, കാമം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത പ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂര തകർത്ത മനസ്സുമായിട്ട് ജീവിതകാലം മുഴുവൻ. അവളൊന്ന് വിതുമ്പി. കിഷോറിന് ഉത്തരവുണ്ടായിരുന്നില്ല. ഒരു പുരുഷൻ അവൻ്റെ സുഖത്തിന് വേണ്ടി ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ശരീരത്തിനേക്കാൾ പെണ്ണിൻ്റെ മനസ്സിനാണ് മുറിവേൽക്കുന്നതെന്നും ആവരണം ഒരിക്കലും ഉണങ്ങാതെ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും ഇന്ന് അവനറിയാം.
ആ നീചകൃത്യത്തിന്റെ ഇരയാണ് അവന്റെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത്. സൈക്കാട്രിസ്റ്റിന്റെ ചികിത്സ കൊണ്ട് അവൾക്ക് നല്ല മാറ്റമുണ്ട്. സ്നേഹിക്കുന്ന കുറച്ചുപേരുടെ സാമീപ്യവും അവളെ ഒരുപാട് മാറ്റി. ഇന്ന് അവൾ സമാധാനമായി ഉറങ്ങാറുണ്ട്. കിഷോറേട്ടാ, അവൾ പതിയെ വിളിച്ചു. പറ. എനിക്കൊരാഗ്രഹം. എന്താ? വഴക്ക് പറയരുത്. ഇല്ല. എനിക്ക് ശ്രീകല ചേച്ചിയെ കാണണം. അതെന്തിനാ? ചുമ്മാ പ്ലീസ്. പെണ്ണ്, നീ അടുത്ത കുരിശെടുത്തതിന്റെ തലവെക്കാനുള്ള പരിപാടിയാണോ? അല്ലെന്നേ, വെറുതെ ഒന്ന് കാണാനാ. പറ്റില്ലെന്ന് പറയരുത്. ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടല്ലേ, നോക്കാം, കുറച്ചു ദിവസം കഴിയട്ടെ. അവൾ ആളാത്തോടെ അവന്റെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. നീ തന്നെയാണ് ഇത്? ഇനി വല്ല യക്ഷിയും കൂടിയോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ കിസ്സാണേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തേ, വേണ്ടേ? വേണം, പക്ഷേ അത് മാത്രം പോരാ. കിഷോർ കുസൃതിയോടെ ചിരിച്ചു. ആദ്യം ശ്രീകല ചേച്ചിയെ കാണണം, എന്നിട്ട് ആലോചിക്കാം ബാക്കിയല്ല. സത്യം? സത്യം. കിഷോർ പതിയെ പോലെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ കൈകൾ കൊണ്ട് അവളെ വലയം ചെയ്തു. ഇനി ഒരിക്കലും റോണിയുടെ മുഖം തന്റെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരില്ലേ എന്ന പ്രാർത്ഥനയോടെ അർച്ചന കണ്ണുകൾ അടച്ചു. സുഖാണെന്ന് ചോദിക്കുന്നില്ല, ആണെന്ന് കണ്ടാലറിയാം. നേരത്തെ പുഞ്ചിരിയോടെ ശ്രീകല പറഞ്ഞു. കിഷോറൊന്നും മിണ്ടിയില്ല. അർച്ചന അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ശ്വേത ചേച്ചി പറഞ്ഞതിനേക്കാൾ സുന്ദരിയാണ് ശ്രീകലയെന്ന് അവൾക്ക് തോന്നി. വിടർന്ന കണ്ണുകൾ, നീണ്ട മുടി, ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴി. തിരുവനന്തപുരത്തുള്ള ശ്രീകലയുടെ വീട്ടിൽ അവരെത്തിയിട്ട് 15 മിനിറ്റോളമായി. ആദ്യം ഒന്നാം വരുന്നെങ്കിലും അവൾ രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തി. എനിക്ക് സുഖം തന്നെയാ, നിനക്കോ? സുഖം. നിന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ? ഇല്ല, ഹരിയേട്ടൻ ബാംഗ്ലൂർ പോയതാ. 2 ദിവസം കഴിഞ്ഞ് വരും. നിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. അർച്ചന പഠിക്കുന്നുണ്ടോ? അവളൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ കടയുടെ അടുത്ത് തന്നെയാ. മിനിഞ്ഞാന്നായിരുന്നു ഉദ്ഘാടനം. ആഹാ, കൊള്ളാലോ. ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ? അർച്ചന ചോദിച്ചു. തൽക്കാലില്ല, പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അയ്യോ, ഒരു മിനിറ്റ്, അച്ഛനെ വിളിക്കാൻ മറന്നുപോയി. കുറെ മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. അർച്ചന ഫോണും എടുത്ത് മുറ്റത്തേക്ക് നടന്നു. അവൾ മനഃപൂർവ്വം സംസാരിക്കാൻ അവസരമൊരുക്കിയതാണെന്ന് കിഷോറിന് മനസ്സിലായി. രണ്ടുപേർക്കുമിടയിൽ മൗനം കനത്തു. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. നീ എന്നെ കാണാൻ വരുമെന്ന് പ്രതീക്ഷ ലഭിച്ചു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ നിന്നെ തേച്ചിട്ട് പോയോളല്ലേ ഞാൻ. കിഷോറൊന്ന് മന്ദസിച്ചു. അങ്ങനെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഒത്തിരി സ്നേഹം തന്നിട്ട് വീട്ടുകാരുടെ പേരും പറഞ്ഞ് എന്നെ വിട്ടു പോയപ്പോൾ കുറച്ച് ദേഷ്യം തോന്നിയെന്ന് സത്യമാണ്. പക്ഷേ അന്നെടുത്ത ആ തീരുമാനമാണ് ശരിയെന്നിപ്പോൾ മനസ്സിലായി. നമ്മൾ പിരിഞ്ഞുകൊണ്ട് രണ്ടാൾക്കും നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സ്ത്രീകളൊന്നും മിണ്ടിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ ശ്രീകുട്ടി? എന്താ? കിഷോർ അവിടെ കണ്ണുകളിൽ നോക്കി. എപ്പോഴെങ്കിലും നീ എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് തവണ. പിന്നെ പുതിയ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു. വെറുതെ എന്തിനാ ആ മനുഷ്യനെ സങ്കടപ്പെടുത്തുന്നു? പുള്ളിക്കെല്ലാം അറിയാം. പക്ഷെ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ കുത്തി നോവിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരാളെ പരമാവധി സന്തോഷിപ്പിക്കേണ്ട എൻ്റെ കടമയല്ലേ? എന്ന് വെച്ച് ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ടി വിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണുമ്പോൾ, നിൻ്റെ ഇഷ്ടഗാനം കേൾക്കുമ്പോൾ, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ പഴയ കാലം ഓർമ്മ വരും. ഒരു സന്തോഷം തോന്നും. നഷ്ടബോധമൊന്നുമില്ല. നമുക്ക് കിട്ടിയ ജീവിതത്തിലെ 100% സന്തുഷ്ടരാണെങ്കിൽ ഒരാളും കിട്ടാതെ പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല. കിഷോർ അവളെ ഇമച്ചിമാർ നോക്കിയിരിക്കുകയാണ്. സംസാരത്തിൽ നല്ല പക്വതയുണ്ട്. അവൾ പറയുന്നത് ശരിയാണെന്ന് അവനറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ തൻ്റെ പ്രാണനായ അവളെ വേറൊരുത്തൻ്റെ ഭാര്യയായി മുന്നിൽ കണ്ടിട്ടും ഒരു തരി പോലും വേദന അറിയാത്തത്. കാരണം അവൾ ബാക്കി വെച്ച ശൂന്യത ഇന്നില്ല. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. അവളിൽ താൻ പൂർണ്ണ സംതൃപ്തനാണ്. എന്നാൽ ഇത്രയും ദൂരം നീ എന്നെ കാണാൻ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അച്ചു ആവശ്യപ്പെട്ട ഒരു കാര്യവും ഞാനിതുവരെ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. അവൾക്കാരും നിർബന്ധം നിന്നെ കാണണമെന്ന്. അതിൻ്റെ റീസൺ ചോദിച്ചില്ല, ഉടനെ പുറപ്പെട്ടു. ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ഉള്ളിലെന്തോ ഒരു ആനന്ദം നിറയുന്ന അവൻ അറിഞ്ഞു. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾ അവരെ പോവാൻ അനുവദിച്ചത്. അവളോട് യാത്ര പറഞ്ഞ കിഷോർ കാറിൽ കയറി. അർച്ചനപതി അവളുടെ അടുത്ത് നിന്ന് ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. താങ്ക്സ്. എന്തിന്? കിഷോറേട്ടനെ എനിക്ക് കിട്ടാൻ കാരണക്കാരി ചേച്ചിയാണല്ലോ, അതിന്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായിത്തീരുന്ന ഓർക്കാൻ കൂടി വയ്യ. ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ഞാൻ ചേച്ചിയോട് മരണം വരെ കടപ്പെട്ടിരിക്കും. ആ വാക്കുകളിലെ പൊരുളറിയാതെ മിഴിച്ചു നിൽക്കുന്ന സ്ത്രീകളെ നോക്കിയൊന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ച ശേഷം അർച്ചന കാറിൽ കയറി. നീ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചല്ലേ? എങ്ങനെ? സാധാരണ സിനിമയിലും കഥകളിലൊക്കെ വേറെയാണല്ലോ. നായകന് പ്രേമനൈരാശ്യം, വെള്ളമടി, കുത്തഴിഞ്ഞ ജീവിതം, വീട്ടുകാർ നിർബന്ധിച്ച് പെണ്ണ് കെട്ടിക്കുന്നു, ആദ്യമൊക്കെ ഭയങ്കര വെറുപ്പ്, വഴക്ക്, പിന്നെ സ്നേഹം. അങ്ങനെ പോകുമ്പോൾ പഴയ കാമുകിയെ കണ്ടുമുട്ടുന്നു. അവൾ ഭർത്താവിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ കാണുന്നു. ഇതാണല്ലോ ക്ലീഷേ. ഓ പിന്നെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യം പറയടി. കുറച്ചൊക്കെ, അവൾ ചിരിയോടെ പറഞ്ഞു. എനിക്കറിയാലോ.
നീ ആരടി സിലിണ്ടർ കാതൽ സിനിമയിലെ ജ്യോതികയോ? ഭർത്താവിന് കാമുകിയോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുന്നു. അവിടെ അച്ഛൻ വിളിച്ചത്രേ. വീട്ടിൽ കള്ളം കയറിയ 100ലേക്ക് മിസ്ഡ് കോൾ അടിക്കുന്ന നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കാനോ? മനുഷ്യ, എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. അവൾ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. കിഷോർ ആ വിരൽ പിടിച്ച് മൃദുവായി കടിച്ചു. ഇനി പറ, എന്തിനാ അവൾ കാണണമെന്ന് ആവശ്യപ്പെട്ട്? അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല, അങ്ങനെ തോന്നി. ചിലപ്പോൾ കിഷോറിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലോ. 6 വർഷം ഒന്നിച്ചുണ്ടായിരുന്ന ആളെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഒരിക്കലെങ്കിലും കാണണമെന്ന് കൊതിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ എനിക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത അവൾക്കുണ്ടോയെന്ന് അറിയണമായിരുന്നു. എന്നിട്ട് അറിഞ്ഞോ? എവിടെ? അവരുടെ പെരുമാറ്റത്തിലൊന്നും നിങ്ങളുടെ പഴയ ബന്ധത്തിൻ്റെ പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല. നീ ഇതൊക്കെ എപ്പോൾ ശ്രദ്ധിച്ചു? അത് ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ള കഴിവാ. നമിച്ചു മോളെ, ഇനി മേലിൽ ഇതുപോലത്തെ കൊനഷ്ട ആഗ്രഹങ്ങളായിട്ട് വന്നേക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചേച്ചിയെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും എന്താ തോന്നിയേ? നീ വിശ്വസിക്കുമെന്നറിയില്ല, ഒത്തിരി സന്തോഷം തോന്നി. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ എന്താണോ തോന്നാറ് അത് തന്നെ. അല്ലാതെ ഇവളെൻ്റെ ഭാര്യയാവേണ്ടവളായിരുന്നില്ലേ എന്നൊന്നും തോന്നിയിട്ടില്ല. അവളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സ് നിറയെ നീ മാത്രമായിരുന്നു. അർച്ചന അവൻ്റെ കയ്യിലേക്ക് മുഖം ചേർത്തു. ഇപ്പോൾ തന്നെ കണ്ണു നിറയുന്ന സന്തോഷം കൊണ്ടാണെന്ന് അവൾക്കറിയാമായിരുന്നു. രാത്രി വളരെ വൈകിയാണ് അവർ വീട്ടിൽ തിരിച്ചെത്തിയത്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി മുകളിലേക്ക് ചെന്നയുടൻ കിഷോർ കുളിക്കാൻ കയറി. അവൾ ഫോൺ ഗാലറി തുറന്ന് ഫോട്ടോസ് നോക്കിക്കൊണ്ട് കട്ടിലിരുന്നു. കല്യാണത്തിനെടുത്ത ഫോട്ടോ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച്. വധൂവരന്മാരുടെ മുഖത്ത് ഇത്തിരി പോലും തെളിച്ചമില്ല. ആർക്കോ വേണ്ടി നിന്നു കൊടുക്കുന്ന പോലെ. ജീവിതം മാറി മറിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല, മറിച്ച് പേടിയായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണെന്നൊരു തോന്നൽ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഈ കുടുംബത്തിന് എന്നും നല്ലത് വരുത്തണേ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥന. നീ കുളിക്കുന്നില്ലേ? ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി കിഷോർ ചോദിച്ചു. മേല് കഴുകണം, ഈ പാതിരാത്തേക്ക് തലനച്ചാലേ ഞാൻ നാളെ എഴുന്നേൽക്കില്ല. എന്നാ വേണ്ട, രാവിലെ പാർലറിലേക്ക് പോകണം. നിനക്കിനി നിന്ന് തരാൻ സമയം ഉണ്ടാവില്ല മോളെ. സൂപ്പർ മാർക്കറ്റിൽ നിന്റെ ഒരു കണ്ണു വേണമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. കിഷോർ ടൗണിൽ തന്നെ മറ്റൊരു വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയം തീരെ കുറവാണ്. അർച്ചന മേല് കഴുകി വന്നപ്പോഴേക്കും അവൻ കയറി കിടന്നിരുന്നു. ഇത്ര പെട്ടെന്ന് കുളിച്ചോ? ഇതാണല്ലേ കാക്കക്കുളി. എന്നാ പിന്നെ ഞാൻ പുലരി വരെ കുളിച്ചോണ്ടിരിക്കാം. അവൾ മുഖം വീർപ്പിച്ച് കട്ടിൽ കിടന്നു. കിഷോർ അവളെ ചുറ്റിപ്പിടിച്ചു. എന്നെ തൊണ്ട. അവൾ കൈ തട്ടി മാറ്റി. ആഹാ, എന്നാ ഒന്ന് കാണല്ലോ. അവൻ 2 കൈകൾ കൊണ്ട് അവളെ പൊക്കിയെടുത്ത് തൻ്റെ ദേഹത്തേക്ക് ഇട്ടു. അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. എപ്പോഴും ചെയ്യുന്ന പോലെ ഇക്കിളിയിടാനും കഴിഞ്ഞില്ല. കുറേ നേരം എഴുന്നേൽക്കാൻ ശ്രമിച്ച് തളർന്നപ്പോൾ അവൾ കിഷോറിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. എന്തേ, ക്ഷീണിച്ചോ? പിന്നില്ലാണ്ട്. അതിന് ഞാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അവൻ അർച്ചനയെ ബെഡിലേക്ക് കിടത്തി. മുഖത്തേക്ക് വീണ മുടിയഴകൾ മാടിയൊതുക്കി. പിന്നെ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. പിന്നെ കവിളിൽ, അതിനുശേഷം അതരങ്ങളിൽ. അർച്ചന എതിർത്തില്ല. അവളുടെ ശരീരം ഞെട്ടി വിറച്ചില്ല. കാരണം ഭൂതകാലത്തിൽ മനസ്സിനേറ്റ മുറിവ് പൂർണ്ണമായി അപ്രത്യക്ഷമായിരുന്നു. ഇപ്പോൾ അവളിൽ അവശേഷിക്കുന്നത് തന്നെ മനസ്സിലാക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പുരുഷനോടുള്ള പ്രണയം മാത്രമാണ്. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ദീർഘമായ ചുംബനത്തിൽ തുടങ്ങി അവൻ എല്ലാ അർത്ഥത്തിലും ഒന്നായി തീർന്നു. യാതൊരു മടിയുമില്ലാതെ പൂർണ്ണ മനസ്സോടെ അർച്ചന അവന് തന്നെ സമർപ്പിച്ചു. തൻ്റെ നെഞ്ചിൽ തളർന്നുറങ്ങുന്ന അർച്ചനയുടെ പുറത്ത് പതിയെ തലോടിക്കൊണ്ടിരിക്കവേ പണ്ട് ശ്രീകല പോയപ്പോൾ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചതോർത്ത് കിഷോറിന് ചിരി വന്നു. ഇപ്പോഴാണ് ശരിക്കും ജീവിച്ച് തുടങ്ങുന്നത്. അവനൊരു കൈകൊണ്ട് ബ്ലാങ്കറ്റ് എടുത്ത് അവളെ ശ്രദ്ധാപൂർവം പുതപ്പിച്ചു. പിന്നെ അഴിഞ്ഞുലഞ്ഞ അവളുടെ മുടിയിഴകളിൽ മുഖം പൂഴ്ത്തി കണ്ണുകൾ അടച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 6ാം നാൾ രാത്രി താലപ്പൊലിയേന്തിയ പെൺകുട്ടികളുടെ അകമ്പടിയോടെ അലങ്കരിച്ച രഥത്തിൽ ദേവിയെ ആനയിച്ചുകൊണ്ടുവരുന്ന ചടങ്ങാണ്. ഏറ്റവും മുന്നിൽ ഘോഷയാത്രയുടെ ഇരുവശങ്ങളിലുമായി മുത്തുക്കുട പിടിച്ച് ശ്വേതയും അർച്ചനയും. കിഷോറിനെ കണ്ടപ്പോൾ അവളൊന്ന് കണ്ണിറുക്കി പുഞ്ചിരിച്ചു. ഒന്നും മതിയാക്കടാ, അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചാണ് അവന്റെ റൊമാൻസ്. പ്രജിത്ത് അവനെ തോണ്ടി. ചേടാ, എന്റെ ഭാര്യയല്ലേ, പിന്നെന്നുള്ള പ്രശ്നം? ഇനി ജീവിതത്തിലൊരു പെണ്ണില്ലെന്നൊക്കെ ക്രോണിക് ബാച്ചിലൊരു മമ്മൂക്കയെ പോലെ ഡയലോഗ് അടിച്ചവനാ. അതൊക്കെ ഓർക്കുന്നുണ്ടാവോ? എപ്പോ? ഞാനോ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ സ്വപ്നം കണ്ടതാവും. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. ബാലനും ജനയും കുപ്പിവളയും കല്ലുമാലയും കമ്മലും ഒക്കെ വാങ്ങുന്ന തിരക്കിലാണ്. കൗസല്യ കളിമൺ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തുനിന്ന് മൺചട്ടികൾ എടുത്ത് നോക്കുന്നുണ്ട്. അത് നിലത്തേക്കൊന്ന് ഇട്ട് നോക്കൂ കൗസു, ഒട്ടുനിലി വാങ്ങിക്കോ, പ്രജിത്ത് പറഞ്ഞു. ലോകാത്ഭുതാണല്ലോടാ. സാധാരണ ഉത്സവത്തിന് നീ ആരോടെങ്കിലും തല്ലുണ്ടാക്കാനാണല്ലോ പതിവ്. ഇത്തവണ എന്തു പറ്റി? ഈവൻ പെണ്ണിട്ടി നന്നായില്ലേ, അതുകൊണ്ട് ഞാനും ഒതുങ്ങി. അർച്ചനയും ശ്വേതയും അങ്ങോട്ട് വന്നു. അവരെ കണ്ടതും ജനനി ഓടി അടുത്തു വന്നു. നോയിക്കേ, മുത്തശ്ശൻ വാങ്ങി തന്നതാ. കയ്യിലെ വളയും മാലയുമെല്ലാം അഭിമാനത്തോടെ അവൾ എല്ലാവരെയും കാണിച്ചു. ഇത് കുറേയുണ്ടല്ലോ, മാമൻ്റെ വക നാളെ വാങ്ങിത്തരാം കേട്ടോ. പ്രജിത്ത് അവളെ എടുത്തുയർത്തി. അപ്പം ഞങ്ങൾക്കോ? അർച്ചന ചോദിച്ചു.
ആ നിങ്ങൾക്കും തരാം. എനിക്കൊന്നുമില്ലേ? കൗസിലെ അടുത്തേക്ക് വന്നു. ആ ചട്ടിയുടെ കാശ് ഞാൻ കൊടുത്തോളാം. ഗാനമേള തുടങ്ങാറായി, വേഗം സ്റ്റേജിനുള്ളിലേക്ക് പോകാൻ നോക്ക്. നീ വരുന്നില്ലേടാ? കിഷോർ ചോദിച്ചു. നിങ്ങളെല്ലാവരും ജോഡിയായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യും, ഞാനൊന്ന് കറങ്ങി നോക്കട്ടെ. ഈ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും പെണ്ണിനെ കിട്ടിയാലോ? എന്നാൽ ഞാനും വരുന്നു, നിന്നെ പോലെ തന്നെ ഒറ്റത്തടിയാണല്ലോ ഞാൻ. ശ്വേതാവിന്റെ കയ്യിൽ പിടിച്ച് ആൾക്കൂട്ടത്തിലൂടെ നടന്നു തുടങ്ങി. കുറച്ച് നടന്നതിന് ശേഷം തിരക്കിൽ നിന്ന് മാറി കലങ്കിന് മുകളിൽ പ്രജിത്ത് കയറിയിരുന്നു. അവളെയും വലിച്ചു കയറ്റിയിരുത്തി. നീ 3-4 വർഷമായില്ലേ ഉത്സവം കൂടിയിട്ട്? ഇത്തവണ ശരിക്കും എൻജോയ് ചെയ്തു. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാ. ഇന്നലെ ഏതൊരുത്തം നിന്നെ കാണാമെന്ന് കൗസ് പറഞ്ഞല്ലോ, വല്ലതും നടക്കുവോ? ദിവസം ഓരോരുത്തർ വരും. ചിലർക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, ചിലരെ എനിക്ക്. ഒരു പെൺകുഞ്ഞിന്റെ കൈ പിടിച്ച് മീൻ കച്ചവടക്കാരൻ ഷുക്കൂർ അവന്റെ അടുത്തെത്തി. ഇതെന്താ രണ്ടാളും ഇവിടെ ഇരിക്കുന്നേ? ചുമ്മാ വായി നോക്ക. നീ പോകണം ഷുക്കൂറേ, ഗാനമേള കാണുന്നില്ലേ? ഇല്ലടാ, മോൾക്ക് ഉറക്കം വരുന്നുണ്ട്. വൈഫിനെ കൂട്ടിയില്ലേ? ശ്വേത ചോദിച്ചു. അവളും ഉമ്മയും അനിയത്തില നാളെ പകല് വരും. സാധനങ്ങൾ ഒരുപാട് വാങ്ങാനുണ്ടല്ലോ. പാത്തുവിന് ഉപ്പൊന്നും വാങ്ങി തന്നില്ലേ? കുട്ടി തന്റെ കയ്യിലെ ബലൂണുകൾ പൊക്കി പിടിച്ചു. ഇത് കുറേ ഉണ്ടല്ലോ, അത് മാമന് തരുമോ? അവൾ മടിയൊന്നും കൂടാതെ ഒരു ബലൂൺ അവന് നൽകി. നാണുണ്ടോടാ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ? ശ്വേത ശാസിച്ചു. അതിനെന്താടി, ഇവള് നമ്മുടെ സ്വന്തം കുഞ്ഞല്ലേ. പിന്നില്ലാതെ കോടിയിറക്കം കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഞാൻ തിരിച്ചു പോകും. ഷുക്കൂർ കുട്ടിയെയും കൊണ്ട് യാത്രപാട് നടന്നകന്നു. സ്റ്റേജിൽ നിന്നും ഗാനമേള തുടങ്ങാൻ പോയാണെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളിവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന കൊച്ചിൻ ബീറ്റ്സ് അണിയിച്ചൊരുക്കുന്ന ഗാനമേള ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. പണ്ടേക്ക് എന്ത് രസമായിരുന്നടി. ഞാൻ കിച്ചു, ഷുക്കൂർ, ഉണ്ണീഷ, പിന്നെ പെണ്ണായിട്ട് നീയും. 7 ദിവസം ഈ ബഹളങ്ങൾക്കിടയിലൂടെ ഓടിച്ചാടി നടന്നു. കരിംജിയോസും മുളക് ബജിയും പങ്കിട്ട് കഴിച്ചല്ല ഇപ്പോഴും മനസ്സിലുണ്ട്. 7-ാം ദിവസം കൊടിയിറക്കം കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സങ്കട. ഇനി 1 വർഷം കാത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പടച്ചിൽ. അതിപ്പോഴും ഉണ്ട് കേട്ടോ. എല്ലാവരും മാറിയെങ്കിലും ഞാൻ ഇന്നും ആ കുട്ടി തന്നെയാണ്. പ്രജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വഴക്ക് പറയരുത്, കളിയാക്കുകയും ചെയ്യരുത്. എന്താടി? നിനക്കെന്നെ കെട്ടാമോടാ? അവൾ ചോദിച്ചോ. പ്രജിത്തിന്റെ കയ്യിലെ ബലൂൺ പൊട്ടിയത് ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും ഞെട്ടിപ്പോയി. അവൻ അവളെയും കയ്യിലിരുന്ന ബലൂണിന്റെ കഷ്ണത്തെയും മാറി മാറി നോക്കി. പുല്ല്, നിന്റെ തമാശ ബലൂണ് പോലും ഇഷ്ടപ്പെട്ടില്ല, അത് ആത്മഹത്യ ചെയ്ത്. പോടാ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചാ, താല്പര്യമില്ലെങ്കിൽ മറന്നുകളാ. കുറച്ചു നേരം പ്രജിത്ത് ഒന്നും മിണ്ടിയില്ല. ഒരു ഭക്തിഗാനത്തോടെ ഗാനമേള തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം എന്താ? കളിക്കൂട്ടുകാരൻ പെണ്ണിട്ട് ആ ടെൻഷൻ അടിച്ച് നടക്കുന്ന കാണുമ്പോഴുള്ള സാധാപം കൊണ്ടാണോ? പിന്നെ എനിക്ക് വട്ടല്ലേ അങ്ങനെ ജീവിതം ത്യാഗം ചെയ്യാൻ. പണ്ട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ തുറന്നു പറയാൻ മടിയും പേടിയും. കാരണം കുഞ്ഞുനാൾ തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കി കരയിച്ച നീയാ. അതുകൊണ്ട് മനസ്സിലടക്കി വെച്ചു. പിന്നെ ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ആഗ്രഹങ്ങളൊക്കെ മുരടിച്ചു പോയി. എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും യോജിച്ച ആൾ നീ തന്നെയാണ്. എൻ്റെ പ്ലസും മൈനസും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെപ്പറ്റി എനിക്കും. ആ ഇഷ്ടം ഇപ്പോൾ ഉണ്ടോ? അതൊന്നുമില്ല, പക്ഷെ ഉണ്ടായിക്കൂടുന്നില്ല. നീ എടുത്തിയാടി തീരുമാനിക്കണ്ട, ആലോചിച്ചിട്ട് മതി. ആലോചിക്കാനൊന്നുമില്ല, പച്ച തെറി വിളിക്കാൻ തോന്നുക. എന്തിന്? കുറച്ചു നാൾ മുമ്പ് പറഞ്ഞൂടായിരുന്നോ? വെറുതെ ലോകം മുഴുവൻ പെണ്ണാണ പോയി കയ്യിലെ കാശ് കളഞ്ഞ് എല്ലായിടത്തും ചായ മിക്സറിന്ന് വയറും കേടാക്കി. ലഡുവും ജിലേബിയിൽ നിന്ന് ഷുഗർ വരാറായി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഓലക്ക, നീ കാര്യമായിട്ടാണോ അതോ കളിയാക്കുന്നതാണോ? നിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് വിളിയോ മാരിയമേ എന്ന് ചോദിക്കാനൊന്നും വയ്യ. വർഷങ്ങളായി കൂടെയുള്ളവനായതുകൊണ്ട് ഒരു ചമ്മലില്ലാതെ നേരിട്ട് കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രയും കാലം കൂട്ടുകാരനായി നടന്നിട്ട് പെട്ടെന്ന് നിന്നെ ഭാര്യയായിട്ട് കാണുന്നൊക്കെ പറഞ്ഞാ ശരി, എന്നാ വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. എന്തായാലും നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അച്ഛൻ സമ്മതിക്കും. കിച്ചു കളിയാക്കും, പക്ഷെ അവനും അച്ഛൻ ഒരുപാട് സന്തോഷിക്കും. ബാലേട്ടനും കൗസും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുമെന്നാ പേടി. ഞാൻ അവരോട് ആദ്യക്കാരെയും സംസാരിച്ച് നിന്നോട് നേരിട്ട് പറയാൻ ഉപദേശിച്ച അവരാ. പ്രജിത്ത് വായും പൊളിച്ചിരിക്കുന്നുണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. പക്ഷെ എനിക്ക് 1-2 കണ്ടീഷനുണ്ട്. അതിന് നീ ഓക്കെ ആണെങ്കിൽ നാളെ നിന്റെ അച്ഛനോട് കൗസ്തുഭത്തിലേക്ക് വരാൻ പറ. എന്താ? ഇനി മേലാൽ കള്ളു കുടിക്കരുത്. പെണ്ണെൻ്റെ വായിലിരിക്കുന്ന കേൾക്കും. അച്ചു സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷം ഞായറാഴ്ച 2 പെഗ്, അതിൽ കൂടുതൽ ഞാൻ തൊടാറില്ല. ഇനി അതും വേണ്ട, വല്ലപ്പോഴും ഒരു കുപ്പി ബിയർ വീട്ടിൽ എൻ്റെ മുമ്പിൽ വെച്ച്. എന്നാലും ശ്രമിക്കാം. ഇനി അടുത്ത് പറ. മേലാൽ അണ്ടർവെയറിടാതെ പുറത്തിറങ്ങരുത്. അത് നിന്നോട് ആര് പറഞ്ഞു? കിച്ചു. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. ഇപ്പൊ ഇടാറുണ്ടടി, സത്യം. അവൻ തലയിൽ കൈവച്ച് പറഞ്ഞു. ശ്വേത പൊട്ടിച്ചിരിച്ചു. അതുവഴി പോകുന്നവർ നോക്കുന്ന അവൾ കാര്യാക്കിയില്ല. മതി പിശാചെ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അവൻ ശകാരിച്ചു. എടി, നിന്റെ അമ്മയും ചേച്ചി സമ്മതിക്കോ? ജീവിതത്തിന് നല്ലൊരു ഭാഗം അവർക്ക് വേണ്ടി കളഞ്ഞില്ലേ, ഇനി ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. ഈ കുരിശ് മരണം വരെ ചുമക്കാൻ ഞാൻ തയ്യാറാ. കുരിശ് നിന്റെ അച്ഛൻ കുഞ്ഞിരാമൻ. സ്വന്തം അമ്മായിപ്പനെ പറയുന്നോടി. പ്രജിത്ത് അവിടെ ചെവിയിൽ പിടിച്ച് വലിച്ചു. പോക്കിൽ കിടന്ന അവൻ്റെ ഫോൺ അടിച്ചു. കിഷോറാണ്. ഉവ്, എല്ലാവരും അറിഞ്ഞോണ്ടായിരുന്നല്ലേ?
സത്യമായിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിന്റെ പുന്നാരനിയത്തിക്ക് അറിയായിരുന്നു. അവൾക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. പ്രമേയം പാസ്സായെങ്കിൽ രണ്ടാളും ഇങ്ങോട്ട് വാ. ചൂട് ഓംലെറ്റും കട്ടൻ കാപ്പിയും കഴിക്കാം. ഗാനമേള പാതിയായി. ഫോൺ പോക്കറ്റിലിട്ട് അവൻ കലിങ്കിൽ നിന്ന് താഴെ ഇറങ്ങി. കൂടെ ശ്വേതയും. ഇരു സൈഡിലും ട്യൂബ് ലൈറ്റുകൾ പ്രകാശം ചൊരിയുന്ന മൺപാതയിലൂടെ അമ്പലത്തിന് നേരെ നടക്കുമ്പോൾ അവരുടെ മനസ്സിലെ സന്തോഷത്തിന്റെ വെളിച്ചം നിറഞ്ഞിരുന്നു. ഒരുപാട് കഷ്ടതകൾക്കൊടുവിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറച്ച് മനുഷ്യരുടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്.